السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനികളായ പണ്ഡിതന്മാരെ, ദീനിൻ്റെ ഖാദിമീങ്ങളായ പ്രവർത്തകന്മാരെ, വിവിധ മഹല്ലുകളുടെ നേതാക്കന്മാരെ, സയ്യിദന്മാരെ, യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, അല്ലാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ. നരകത്തെ തൊട്ട് അല്ലാഹു എല്ലാവരെയും ഇത്ഖാക്കി തരട്ടെ. അല്ലാഹുവിൻ്റെ ഫضല് കൊണ്ട്, നമ്മുടെ കർമ്മം കൊണ്ടല്ല, അല്ലാഹുവിൻ്റെ ഫضല് കൊണ്ട് അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല അവൻ്റെ ഫضല് കൊണ്ട് നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിൻ്റെ ഫضല് കൊണ്ട് അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിൻ്റെ ഫضല് കൊണ്ട് അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഒരു നിലക്കും അർഹതയില്ലാത്ത നമ്മളെ അല്ലാഹു തആല അർഹതയുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടിത്തരട്ടെ. അല്ലാഹു അർഹരാണെന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ അർഹതയില്ലാത്ത നമ്മയും അല്ലാഹു ചേർത്ത് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനും പറ്റാത്തവനെയും മന്ത്രിയെയും ഒറ്റ വട്ടത്തിൽ ഒരു പ്ലേറ്റിൽ ഒരു സുപ്രയിൽ ഇരുത്താൻ വീട്ടുകാരന് അധികാരമുണ്ടല്ലോ. അല്ലാഹു തആല രാജാവിൻ്റെ കൂടെ ഒന്നിനും പറ്റാത്തവനെ ഇരുത്താനും വീട്ടുകാരന് അധികാരമുണ്ട്. വീട്ടുകാരൻ സ്വതന്ത്രനാണ്. സ്വർഗം അല്ലാഹുവിൻ്റെ വീടാണ്. അവിടെ വലിയ വലിയ ആളുകൾ കയറി ചെല്ലും, ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ. എന്നാൽ ഒന്നുമല്ലാത്തവരും കയറും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികൾ ഇങ്ങനെ ശബ്ദം വെക്കുന്നത് കേൾക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കുട്ടികൾ ശബ്ദം വെക്കരുത്. കുട്ടികളാവുന്നവർ കളിക്കും, പക്ഷെ അത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവാത്ത വിധത്തിൽ അത് ഉമ്മമാരും മറ്റും ശ്രദ്ധിക്കണം എന്ന് താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കും. ഇവിടെ ഒരു അലസരായി ആരും ഇരിക്കരുത്. ഇതൊരു വല്ലാത്ത ഒരു മജ്ലിസാണ്. ഒരുപാട് ഖൈർ പറഞ്ഞ ഒരു മജ്ലിസാണ്. നസീഹത്തിനേക്കാൾ വലിയൊരു സംഗതിയില്ല, ഇൽമിനേക്കാൾ വലിയ ഒരു നേട്ടവുമില്ല.
അപ്പോൾ ഈ ഏറ്റവും വലിയത് അത് ഇനി റമളാനായാലും ശവ്വാലായാലും ദുൽഖഅദായാലും ദുൽഹജ്ജായാലും രാജാവ് ഇൽമനാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഫൈനൽ ഇഷ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത് എന്നെഴുതിയത് ലോകം കണ്ട വലിയ ആൺകുട്ടിയായ ഇമാം നവവിയാണ് റളിയല്ലാഹു അൻഹു. ഇൽമുമായി ബന്ധപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ് എന്ന് മുത്തുനബി പറഞ്ഞപ്പോൾ അതേ മുത്തുനബി അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി മഅ ഇമാദുദ്ദീൻ എന്നാണ് പറഞ്ഞത്. പള്ളികൾ സ്വർഗമാവുകയില്ല. സ്വർഗമാകണമെങ്കിൽ പള്ളിയിൽ ഇൽമു സ്ഥാപിക്കണം. ഇൽമു നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളി സ്വർഗമാണ്. ഇതോ ഇപ്പൊ പള്ളി ദർസ് നടക്കാത്തൊരു പള്ളി ഉണ്ടാവും, ഇൽമു നടക്കാത്തൊരു പള്ളി ഉണ്ടാവും. അത് പള്ളിയാണ്, സ്വർഗമല്ല. ഇത് പള്ളിയല്ല, സ്വർഗമാണ്. എന്തുകൊണ്ട്? ഇതിൽ ഇൽമുണ്ട്, അതിൻ്റെ അപ്പുറത്താണത്. അതിനേക്കാൾ മേലെയാണിത്, അതിനേക്കാൾ മേലെയാണിത്. ഇത് പള്ളിനേക്കാൾ മേലെയാണ്. പള്ളിയിൽ നിസ്കാരം നടക്കുക, നിസ്കാരം ഫുറൂഇയ്യാത്താണ്. ഇത് ഇൽമാണ്, ഇൽമു ഉസൂലിയാത്താണ്. ഇൽമ അടിസ്ഥാനപരമായ കാര്യമാണ്, നിസ്കാരം ശാഖാപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നാഫിയ ഇൽമ് ഒരുപാട് നല്ല മനുഷ്യന്മാർ ദിവസങ്ങളോളം പറഞ്ഞ ഒരു മജ്ലിസാണിത്. ഈ മജ്ലിസിൽ കോട്ടുവായിട്ട് ഇരിക്കരുത്, ഈ മജ്ലിസിൽ നിസ്സാരമായി ഇരിക്കരുത്. ഈ പറയുന്ന എല്ലാം ഇന്നലെ ഹയാത്താക്കലും മറ്റൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിന് 2 ദിവസമല്ലേ, 2 ദിവസം കൊണ്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ ഒരു അലസരായി ഇരിക്കരുത്. പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതൊന്നും കണക്കാക്കണ്ട. 2 ദിവസം കഴിഞ്ഞല്ലോ. പിന്നെ ഇഷ്ടമുള്ളപ്പോൾ എണീക്കാം, ഇഷ്ടം പോളപ്പോൾ കിടക്കാം. ഇതൊക്കെ തന്നെയല്ലേ, നിസ്കാരമല്ലേ പരിഗണിക്കണ്ടുള്ളൂ. പണി കുറഞ്ഞ നേരം പണിയെടുത്താൽ തന്നെ 2 ആഴ്ച തിന്നാൻ കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഇപ്പോൾ പണിക്കാർ രാജാക്കന്മാരായ കാലമാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പണിയെടുത്താൽ 2 ഇടങ്ങാഴി നെല്ലിട്ടു, അതിൽ 1 ഇടങ്ങാഴിയും പതിരായിരിക്കും. എന്നാൽ പതിരാണ് എന്ന് പറയാൻ തൊഴിലാളിക്ക് അവകാശമില്ല. ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ നാളെ പണിക്കോട്ട് വരണ്ടെന്നും പറയും. അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പം തൊഴിലാളികളുടെ കാലമാണ്. അപ്പോൾ ഒന്നിനും പ്രയാസമില്ലാത്ത ഒരു കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്തിനെ ചൊരിഞ്ഞു തരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഉള്ള ഒരു നിഅമത്തിനെ നിസ്സാരവൽക്കരിക്കരുത്. ഇത് വല്ലാത്തൊരു നിഅമത്തിന്റെ മജ്ലിസാണ്. ഇത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന്റെ മജ്ലിസാണ്. കരിങ്കല്ലത്താണ് എന്ന് പറഞ്ഞ ഇത് വല്ലാത്തൊരു ഒരു ഖൈറായ ഒരു പ്രദേശമാണ്. ഒരുപാട് സാലിഹ്യങ്ങൾ ഇവിടെ ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഒരു ബറക്കത്തും ആകാം, അവരുടെ ദുആ ബറക്കത്താകാം. ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ ഉണ്ടായത് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ്. ആ നിലക്ക് ഇതിനെ കണ്ട് മനസ്സിലാക്കണം. നാളെ ജുമുഅയാണ്, മറ്റന്നാൾ 29-ാം നോമ്പാണ്, ഞായറാഴ്ച ഒരു പക്ഷേ പെരുന്നാളാണ്, അല്ലെങ്കിൽ 30-ാം നോമ്പാണ്. എന്താണെങ്കിലും ഇൽമിൻ്റെ മജ്ലിസൊന്നും സാധാരണ 30-ന് ഉണ്ടാക്കില്ല. ചിലപ്പോൾ പെരുന്നാളാണെന്ന് വിചാരിച്ച് അതിൻ്റെ പ്രചാരം ചെയ്യുന്നവർ അത് ചെയ്യൂല. കോഴിക്കോട് നമ്മളെ പരിപാടി വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ശനിയാഴ്ച 29-ാം നോമ്പിനാണ് സമാപനം. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമാപനത്തിന് രാവിലെ വരും. അങ്ങനെയാണ് സമാപനം. അതും 29-ൽ സമാപിക്കും. സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് കോഴിക്കോട് നടക്കുന്ന പരിപാടി. അതും 29-ൽ സമാപിക്കും. 1-2 ദിവസങ്ങൾ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ആരും ഒരു വൈഷമ്യത്തിലോ പ്രയാസത്തിലോ ഒന്നും ആവരുത്. എല്ലാവരും വളരെ റാഹത്തായിരിക്കണം. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. തങ്ങൾ ഇവിടെ പറഞ്ഞ പ്രസംഗം വളരെ നല്ല ഒരു പ്രഭാഷണമാണ് തങ്ങൾ നടത്തിയത്. അദ്ദേഹം ഒരു ഉള്ളറിവുള്ള ഒരാളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ഒരു ഉള്ളറിവുള്ള ആളാണ്. അദ്ദേഹം വലിയൊരു ഉള്ളറിവുള്ള മനുഷ്യനാണ്. പറഞ്ഞൊക്കെ വളരെ ഉള്ളറിവുള്ള വാക്കുകളാണ്. അത് വലിയ മനോഹരമായ ഒരു പ്രസംഗമാണ്. ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തങ്ങളിവിടെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ എണീറ്റാൽ അത് സസ്യനാശമായി പോയാലോ എന്ന് പേടിച്ച് ഞാൻ അവിടെ ഇരുന്ന് പോയതാണ്. തങ്ങളുടെ പ്രസംഗം ഏകദേശം ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല വളരെ അത്യാവശ്യമായ ഗൗരവമായ കാര്യങ്ങളാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊരു പേടി ഉണ്ടാവും, ഞാൻ അങ്ങനെ ആയില്ലല്ലോ.
ഞാനതിനെ തോറ്റ SSLC തോറ്റവർക്ക് സേ പരീക്ഷ എഴുതിക്കാണ് എൻ്റെ ഈ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പറഞ്ഞ ഒന്നും ആയിട്ടില്ല, നിങ്ങൾ പേടിക്കണ്ടെന്നാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞങ്ങൾ ആ പറഞ്ഞ കൊലത്തിലൊന്നും ആയില്ല എന്ന് നോക്കാം. വലിയ വലിയ വർത്താനങ്ങളാണ് ആ പറഞ്ഞൊക്കെ. അതൊക്കെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. അല്ലാഹു തആല സഹായിക്കട്ടെ. ഇനി അതൊന്നും ആയില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ റാജിയായിക്കോളി, അള്ളാഹിനെ പ്രതീക്ഷിച്ചോളി, ഒരു പേടിയും പേടിക്കണ്ട. അള്ളാഹു നമ്മളെ ഒഴിവാക്കൂല. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. എപ്പോഴും റാജിയായി നിൽക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അങ്ങനെയൊന്നും ആയതുമില്ല. നഫ്സിന്റെ ഹവയോടാണ് മത്സരിച്ചിട്ട് അങ്ങോട്ട് എത്തിയില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നാലും റാജിയായാൽ ഒരു ദിവസം അള്ളാഹു തന്നെ പിടിച്ചെടുക്കേറ്റും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോൾ നമുക്ക് നഫ്സിന്റെ ഹവയോട് പോരടിച്ചിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവർക്കും നഫ്സിന്റെ ഹവയോട് പോരടിച്ച് കേൾക്കാനൊന്നും കഴിഞ്ഞോളന്നില്ല. എന്നാലും റാജി ആയിക്കോളി. റാജി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുക. എന്റെ റബ്ബിനെ ഒഴിവാക്കൂല എന്നൊരു പ്രതീക്ഷയിലാകുക. ഒരിക്കലും ആശ മുറിയണ്ട. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുറ്റം ചെയ്യുകയും വേണ്ട, എന്നാലാവട്ടെ. ചിലപ്പോൾ അങ്ങോട്ട് എത്തിയ കിട്ടൂല, അങ്ങോട്ട് ആയി കിട്ടൂല, അങ്ങനെ വരാലോ. പിന്നെ ആരും ഭയപ്പെടേണ്ടതില്ല, ആരും പേടിക്കണ്ട. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. അതിന് വിട്ട് തെറ്റ് ചെയ്തവരെ നിങ്ങൾ അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആരും ആശ ഒഴിവാക്കേണ്ട. അള്ളാഹു വലിയ മഹാനല്ലേ, നമ്മളെ ശിക്ഷിക്കേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. തങ്ങൾ ലാസ്റ്റ് ഇടയിൽ സൂചിപ്പിച്ചു. നരകത്തിന് അള്ളാഹു 7 വാതിൽ വെച്ച്, സ്വർഗത്തിന് അള്ളാഹു തആല 8 വാതിൽ വെച്ച്. സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ അത് ഔസഅ മിനൽ മദീന ഇലൽ ബസ്റ, അത് മദീന മുതൽ ബസ്റയുള്ള ദൂരത്തെക്കാളും വിശാലമെന്ന് മുഹമ്മദ് മുസ്തഫ. പേടിക്കണ്ട, നമുക്കൊക്കെ കയറാൻ തന്നെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഴ പെയ്യുന്ന നേരാണ്, മഴ പെയ്യുന്ന നേരത്ത് ദുആ ചെയ്ത ഉത്തരം കിട്ടും. മനസ്സറിഞ്ഞ് പറയും, അല്ലാഹു തആല നമ്മളെ ഇത് കയറ്റി തരട്ടെ. കയറും, ബേജാറാവണ്ട, അല്ലാഹു നമ്മളെ കയറ്റി തരട്ടെ. അല്ലാഹു കയറ്റി തരട്ടെ. കയറും, വിഷമിക്കൊന്നും വേണ്ട, നമ്മളതിൽ കയറുന്നെയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് അല്ലാഹു ഒഴിവാക്കൊന്നുമില്ല. അല്ലാഹു നമ്മളെ കയറ്റിത്തരും. അല്ലാഹു ഒഴിവാക്കി തരും, നമ്മളെ കയറ്റിത്തരട്ടെ. മനസ്സിൽ പറയാം, അല്ലാഹു കയറ്റിത്തരട്ടെ. അല്ലാഹു അഫ്വല്ലേ, അല്ലാഹു വലിയ മാപ്പ് കൊടുക്കുന്നവനല്ലേ, അവൻ അഫ്വല്ലേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ജനങ്ങളെ കലിയങ്കലത്താണ് ഇല പന്തൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ഒരാളും പേടിക്കണ്ട, സ്വർഗം ഉണ്ടാവും. അല്ലാഹു തുറന്നു തരട്ടെ. എന്നാൽ സ്വർഗം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കുതിര വിടുകയും വേണ്ട. ചെയ്തത് അബദ്ധമാണ്, പേടിക്കണ്ട. കൽബിനെ മാന്തി പൊളിച്ചു തരാൻ റബ്ബിന് കഴിയും. കൽബിന്റെ മേൽ അട്ടിയട്ടിയായി കിടക്കുന്ന എല്ലാ ഹവയുടെ അട്ടികളെയും വലിച്ച് പൊളിക്കാൻ 1 സെക്കൻഡ് പോലും റബ്ബിന് ആവശ്യമില്ല. 1 സെക്കൻഡ് വേണം. وسابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو فضل عظيم.
സുബ്ഹാനല്ലാഹ്. വസാബിഖൂ, മത്സരിച്ചോടിക്കോളി മനുഷ്യന്മാരെ, ഇലാ മഗ്ഫിറത്തിൻ, റബ്ബിന്റെ പൊറുക്കലിലേക്ക്. അല്ല പൊറുക്കുമെങ്കിൽ നമ്മൾ കുറ്റവാളിയല്ലേ? എന്തിനു പേടിക്കണ്? അള്ളാഹു പൊറുക്കുമെങ്കിൽ നമ്മൾ കുറ്റവാളിയാണ്. അടിമ കുറ്റവാളിയാണ്, ഉടമ പൊറുക്കുന്നവനുമാണ്. ഇനിയുള്ള കാലം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ ഉറക്ക മനസ്സറിഞ്ഞാമീൻ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. അടിമ കുറ്റവാളിയാവും, ആവുമല്ലോ. അടിമല്ലേ, അടിമല്ലേ. പക്ഷേ ഉടമ ഗഫൂറാണ്, ഉടമ അഫുവാണ്, ഉടമ ഗഫൂറാണ്. അടിമ ദോഷിയാണെങ്കിലും ഉടമ ഗഫൂറാണ്. അടിമയുടെ ദോഷം എത്ര വലുതാണെങ്കിലും ഉടമയുടെ മഗ്ഫിറത്തിന്റെ ബഹർ അതിനേക്കാളും വിശാലമാണ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ബഹർ. ഈ ദുനിയാവിൽ ഇന്ന് വരെ എല്ലാ തെറ്റ് ചെയ്തവരുടെയും തെറ്റ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ബഹറിൽ കൊണ്ടുപോയിട്ടാൽ 7 കടലിലേക്ക് ഒരു ചെരക്കല്ലിട്ട് അത്രേ ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. ഈ ലോകത്ത് ഇന്ന് വരെ ചെയ്ത മനുഷ്യന്മാരെ തെറ്റിന് പരിധിയുണ്ട്, അള്ളാഹിന്റെ മഗ്ഫിറത്തിന് പരിധിയില്ല. അള്ളാഹു തആല തുറന്നു തരട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറയാം, മനസ്സ് തുറന്ന് പറയാം. ഒരു പേടിയും വേണ്ട. ചെറുപ്പക്കാരനായി സ്വഹാബിക്ക് രോഗമായി, മരണാസന്നനായി. അപ്പോൾ ബാപ്പയും ഉമ്മയും നല്ല ആബിദീങ്ങളാണ്, വലിയ ആബിദീങ്ങളാണ് ബാപ്പയും ഉമ്മയും. മകൻ അത്ര ഇബാദത്തൊന്നുമില്ല, അവറേജൊക്കെ ഉണ്ട്, വലിയ രോഗമൊന്നുമില്ല. ബാപ്പയും ഉമ്മയും വലിയ ആബിദീങ്ങളുമാണ്. ഫലമ്മഹ്തളറായി, മനുഷ്യന് വഫാത്തിന്റെ നേരമായപ്പോൾ ബാപ്പയും ഉമ്മയും കട്ടിലിന്റെ അടുത്ത് വന്ന് കരയാൻ തുടങ്ങി. പടച്ചോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ കിടക്കുന്ന യുവാവായ മകൻ ചോച്ചുല്ലിമ തെബുക്കിയാണ്, എന്തിനാണ് ഉമ്മ ബാപ്പ എന്തിനാ ഞങ്ങൾ കരയുന്നത്? അപ്പോൾ ഉമ്മയും ബാപ്പയും പറഞ്ഞു, ഞങ്ങൾ കരയുന്നത് ഞങ്ങൾ ഒരു കാര്യത്തിലുമല്ല കരയുന്നത്, നിന്റെ കാര്യത്തിലാണ്. ഈ വല്ലാതെ അമലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഫഖാല, അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അമൽ ചെയ്താത്തിന് നിങ്ങൾ കരയുന്നത് എന്താ? മാ അൻതുമാ റബ്ബി, നിന്റെ റബ്ബ് നിങ്ങളല്ലല്ലോ, നിന്റെ റബ്ബ് വേറൊരാളല്ലേ, നിങ്ങൾ പോലത്തെ ഒരാളല്ലല്ലോ. എന്റെ റബ്ബ് ഇന്നലെ വരെ ഗഫൂറാണ്, ഇന്നും ഗഫൂറാണ്, നാളെ ഗഫൂറാണ്. എന്റെ റബ്ബ് റഹീമാണ്, എന്റെ റബ്ബ് ഗഫൂറാണ്. എന്റെ കാര്യത്തിൽ നിങ്ങൾ കരയേ വേണ്ട, നിങ്ങൾ ചിരിക്കി. അങ്ങനെ ഫമാതായി, ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഫലമ്മ മാത, മരണം മരിച്ചു കഴിഞ്ഞപ്പോൾ ഫഅൻസലല്ലാഹു ജിബ്രീല, സയ്യിദുനാ ജിബ്രീൽ. ഓർക്കെ പറയാ, അത് അവിടെ മാത്രമേ ശ്രദ്ധിക്കണ്ടുള്ളൂ. മഹാന്മാരെ പേര് പറയുമ്പോൾ മിടാതെ ഇരിക്കരുത്, നല്ലോണമൊക്കെ പറയണം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പിന്നെ ഒരു ദിവസം നന്നാവും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അത് എത്രയും പെട്ടെന്ന് അള്ളാഹു ആക്കി തരട്ടെ. അള്ളാഹു എത്രയും പെട്ടെന്ന് നന്നാക്കി തരട്ടെ. ഒരു പേടിയും പേടിക്കണ്ട. എല്ലാവരും അള്ളാഹു ഒരുപാട് സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ദുആ ഉണ്ടല്ലോ ഇവിടെ. ആമീൻ കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅവഹ അല്ലാഹു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലിസാനി ജിബ്രീൽ ഇറങ്ങി വന്നു, മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് സയ്യിദുനാ ജിബ്രീൽ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർദൗസുൽ അലയിൽ നിന്ന് ചെറുപ്പക്കാരന്റെ ഖബറിലേക്ക് വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. വലിയ വലിയ കിബാരിങ്ങളായ വലിയ വലിയ മഹാന്മാര് ആനന്ദിക്കും പോലെ ഖബറിൽ പ്രത്യേകമായ ലോകം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ അവിടെ ആനന്ദിച്ചുകൊണ്ട് ഉറങ്ങുന്നുണ്ട്, വലിയ സന്തോഷത്തിലാണ്. എന്താണ് അല്ലാഹു തആല ഇത്രയേറെ ഈ മനുഷ്യന് ചെയ്യാനുള്ള കാരണം?
ബിഹുസ്നി ളന്നിഹി ബില്ലാഹ്. അല്ലാഹുവിനെ പറ്റി നല്ലതേ വിചാരിച്ചുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക, എപ്പോഴും നല്ല. റമളാൻ അവസാനിപ്പിക്കാം. റമളാനിൽ ഒന്നാമത്തെ പത്തിൽ നമ്മളെ പറ്റി പറഞ്ഞു, രണ്ടാമത്തെ പത്തിൽ നമ്മളെ പറ്റി പറഞ്ഞു, മൂന്നാമത്തെ പത്തിന്റെ തുടക്കത്തിൽ നമ്മളെ പറ്റി പറഞ്ഞു. അവസാനിക്കുമ്പോൾ നമ്മളെ പറ്റിയല്ല പറയണത്, അള്ളാഹിനെ പറ്റിയാണ്. ഹുസ്നുൽ ളന്നി ബില്ലാഹ്. ഇതാണ് നതീജത്തു സൗം, ഇതാണ് നോമ്പിന്റെ ലാഭം. വളരെ ശ്രദ്ധിക്കണേ. മഴ പെയ്തോട്ടെ, മഴ ഖൈറായ നേരത്താണ് പെയ്യുക. അത് അടിമകൾക്ക് ഖൈറായ നേരത്ത് മഴ പെയ്യും. അതെപ്പോഴാന്ന് നമുക്കറിയില്ല. നമ്മളൊന്നും പറയണ്ട. അള്ളാഹു തആല ഖൈറായ മഴ നമുക്ക് ഭൂമിയിലാകെ അള്ളാഹു നിറച്ചു തരട്ടെ. അള്ളാഹു ഖൈറായ മഴ നിറച്ചു തരട്ടെ, ഖൈറായ മഴ നിറച്ചു തരട്ടെ. അള്ളാഹുവിന്റെ വല്ലാത്ത റഹ്മത്താണല്ലോ മഴ. മഴ എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയല്ലേ. അതില്ലെങ്കിൽ കഴിഞ്ഞില്ല. എത്ര കിണറിൽ ഇപ്പോഴും വെള്ളമായിട്ടില്ലല്ലോ. ശരി തന്നെയല്ലേ? അല്ലേ? നമ്മളെ വയറിലല്ലോ ഇവിടെ നടക്കേണ്ടത്. നമ്മളെ ഈ ഫുളൂലാത്താണോ ഇവിടെ നടക്കേണ്ടത്? അള്ളാന്റെ റഹ്മത്തല്ലേ നടക്കേണ്ടത് മനുഷ്യന്മാര്. നമ്മളെ ഈ വിലയില്ലാത്ത വർത്താനാണോ വർത്താനം? അള്ളാന്റെ പരിശുദ്ധ റഹ്മത്ത് ഇറങ്ങട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ചൊല്ലിക്കാളി ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അൽഹംദുലില്ലാഹ് ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അൽഹംദുലില്ലാഹ് ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹു ഇനിയും നിറച്ചു തരട്ടെ. മുഅ്മിനീങ്ങളെ, എന്റെ ഇവിടെ ഈ മനുഷ്യനെ കിട്ടിയ ബിഹുസ്നി ളന്നിഹി ബില്ലാഹ്. ഏറ്റവും മേലുള്ള ഫിർദൗസിൽ നിന്ന് വാതിൽ തുറന്നു വെച്ചു. ഒക്കെ ഞാൻ കേട്ട് പറയല്ല, കണ്ടു പറയാണ്. ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടോ? അങ്ങനെ ഉണ്ടായോ, അങ്ങനെ ഉണ്ടായോ, അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നെ സമീപിക്കുക. ഹരീസ് ഞാൻ കാണിച്ചു തരാം. ഒന്നും കാണാനില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധിച്ചോളി. അങ്ങനെ ഉണ്ടോ, അങ്ങനെ സഹാബിക്കുണ്ടായോ, അങ്ങനെ ഉണ്ടായോ എന്നൊക്കെ അതൊക്കെ ഞാൻ കണ്ടു പറയാൻ, കേട്ട് പറയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്റെ അവിടെ നേട്ടം റമളാന്റെ ഒരു ലാഭമാണ്. എന്റെ റമളാന്റെ ലാഭം അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കുക. ഒന്നാമത്തെ പത്തിൽ നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞ്, രണ്ടാമത്തെ പത്തിൽ നമ്മളെ കാര്യം പറഞ്ഞ്, മൂന്നാമത്തെ പത്തിന്റെ തുടക്കത്തിലും നമ്മളെ പറ്റി തന്നെ പറഞ്ഞ്, അവസാനിക്കുമ്പോൾ നമ്മളെ പറ്റി അല്ല പറയുന്നത് കാര്യമായും. ഹുസ്നുൽ ളന്നി ബില്ലാഹ്, അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കുക. ഏതാണ് നല്ല വാക്ക്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ. അതന്നെ വർത്താനം. അത് ഇതുവരെ പറഞ്ഞതിന്റെ മേലെയാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചല്ലോ, നബിയെ അല്ലയാലിൽ വിത്രിയ അൽ ഫാളില, ശ്രേഷ്ഠമായ ഒറ്റയുത്ത രാത്രികളിൽ പ്രതീക്ഷിക്കണമെന്ന് മുസ്തഫ നബി പറഞ്ഞു. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, ഫമാദാ നഖൂലു ഫീഹാ, ആ സമയത്ത് ലൈലത്തുൽ ഖദർ ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് പറയേണ്ടത് നബിയെ? ഫഖാല, അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, ഖൂലു യാ അല്ലാഹുമ്മ ഇന്നക അഫൂൻ. നല്ലത് വിചാരിച്ചാളി അള്ളാഹിനെ പറ്റി, നല്ലത് പറഞ്ഞാളി അള്ളാഹിനെ പറ്റി, നല്ലത് പറയും അള്ളാഹിനെ പറ്റി. അതന്നെ ബാക്കിയൊക്കെ അള്ളാഹ് എഴുതി തരും. അല്ലാഹുമ്മ. ഇത് ഒന്നാമത്തെ പത്തിൽ നമ്മളെ പറ്റിയാണ്, അള്ളാഹിനെ പറ്റി മിണ്ടുന്നില്ല. രണ്ടാമത്തെ പത്തിൽ നമ്മളെ പറ്റിയാണ്, അള്ളാഹിനെ പറ്റി മിണ്ടുന്നില്ല. മൂന്നാമത്തെ പത്തിന്റെ തുടക്കത്തിലും നമ്മളെ പറ്റിയാണ്, അള്ളാഹിനെ പറ്റി മിണ്ടുന്നില്ല. ലാസ്റ്റ് ആകുമ്പോൾ അള്ളാഹിനെ പറ്റി തന്നെയാണ്. അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني. ഹിക്കമിന് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, ഈഖാലുൽ ഹിക്കം. അതിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഈ നോമ്പിന് ഒരു ചരിത്രം കണ്ടു, ഒരു അത്ഭുതകരമായ ചരിത്രം.
ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലോക പ്രശസ്തമായ കിതാബാണ് കിതാബുൽ ഹിക്കം. ഈ കിതാബുൽ ഹിക്കമിന് ഒരു ശറഹ് കൊടുത്തിട്ടുണ്ട് ഇബ്നു അജീബ തങ്ങൾ റളിയല്ലാഹു അൻഹു. അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട വലിയ ഫഖീഹും സൂഫിയും മുഹദ്ദിസും മുഫസ്സിറും വലിയ വിലായത്തിന് മഖാമെത്തിച്ച മഹാനാണ് ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവര് അൽ വലിയു ത്വയ്യാർ എന്ന് പേരെടുത്ത മഹാനാണ്, പറക്കുന്ന വലിയാണ് എന്ന് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പേരെടുത്ത വലിയാണ് ബഹുമാനപ്പെട്ട മഹാനായ അബുൽ അബ്ബാസിൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി. അതിന് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ഇബ്നു അജീബ തങ്ങൾ. അതിൽ അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല വിചാരത്തെ പറ്റി ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു ചരിത്രം മനസ്സ് നന്നാകാൻ വേണ്ടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മനസ്സ് നന്നാക്കി വെക്കുക. എന്നൊന്നിനും പറ്റൂലല്ലോ എന്ന് ചിന്തിക്കുക. അത് പറ്റൂല എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്കൊരു റബ്ബില്ലേ അല്ലേ? പറയും മനുഷ്യന്മാരെ, ആ റബ്ബ് നമ്മളെ സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യം നന്നാക്കി, പിന്നെ എന്നെ നന്നാവാം. അങ്ങ് നന്നാക്കും അള്ളാഹു. അതെന്നോ ആവും, എന്നാലും അള്ളാഹു നമ്മളെ നന്നാക്കും. അള്ളാഹു പ്രതീക്ഷ ഒഴിവാക്കണ്ട, അള്ളാഹു നമ്മളെ നന്നാക്കും. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അള്ളാഹു നമ്മളെ നന്നാക്കും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതിന് എന്ത് ചെയ്യാതെ അങ്കി പറയണ്ട, റബ്ബിനോട് താഴ്ന്ന് പറയാ. റബ്ബിന്റെ വാതിൽക്കലേക്ക് കൈനീട്ടുക. എന്നിട്ട് പറയുന്നേ, പ്രതീക്ഷയും വെക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ ബൈനൽ ഖൗഫി വർ റജായി, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ നിൽക്കണം. എന്നാൽ ഇദാ ഉസിന, രണ്ടും തൂക്കിയാൽ റജഹ റജാവോ, പ്രതീക്ഷ കൂടണം, ഭയമല്ല. മനസ്സിലായില്ല? അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ റജായി, മുഅ്മിനായ മനുഷ്യൻ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ നിൽക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാ? ഭയത്തിന്റെ പ്രതീക്ഷയുടെയും ഇടയിൽ നിൽക്കണം. ഇദാ ഉസിന, രണ്ടും കൂടി തൂക്കിയാലോ റജഹ റജാവോ, കൂടുതൽ ഉണ്ടാകേണ്ടത് പേടിയല്ല, പറ പ്രതീക്ഷയാണ്. കാരണം നരകത്തിന് 7 വാതിലല്ലേ ഉള്ളൂ, സ്വർഗത്തിന് 8 വാതിലല്ലേ. ഇങ്ങനെ പേടിക്കണം. അള്ളാഹു കയറ്റി തരട്ടെ. അള്ളാഹു കയറ്റി തരട്ടെ. നരകം ആവശ്യപ്പെടുമ്പോൾ നിർത്ത്, ഇനി ഞാൻ ആളെ തരൂലാന്ന് അള്ളാഹു പറയുന്ന ഹദീസ് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് അള്ളാഹു സ്വർഗത്തോട് പറയില്ല. അൽഹംദുലില്ലാഹ് 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 എന്ന് പറയും. അൽഹംദുലില്ലാഹ് എന്ന് പറയും. നരകം അള്ളാഹിനോട് ആളെ ചോദിക്കും. ഈ ഹദീസ്, ഈ നോമ്പിന് ഞാൻ കണ്ടിട്ടുണ്ട്. മുസ്തഫ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതെന്നറിയോ? നരകം അവസാനം അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹ് എനിക്ക് മതിയായിട്ടില്ല, ഇനി ആളെ തരണം. അള്ളാഹു പറയും, ഉണ്ടാക്ക്, അടങ്ങി, ഇനി ആളെ തരൂല, അടച്ചാളാണ്, കഴിഞ്ഞ്, കോട്ട തീർന്നു, പോയിക്കോ. ആ വാക്ക് ആരോട് പറയില്ല? സ്വർഗത്തോട് പറയില്ല. സ്വർഗത്തേക്ക് കയറ്റിക്കൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാഹ്. നരകത്തോട് പറയും, പോയി പണി നോക്കി, ഞാൻ ആളെ തരൂല. ഈ വാക്ക് ആരോട് പറയൂല? പറയും മനുഷ്യന്മാരെ. സ്വർഗത്തോട് പറയില്ല, സ്വർഗത്തിലേക്ക് കൊടുത്തോണ്ടേയിരിക്കും. അൽഹംദുലില്ലാഹ് എന്ന് പറയേ. എന്തേ അങ്ങനത്തെ റബ്ബില്ലേ? ഇതിനെ പേടിക്കണം. നിങ്ങളെ ചിന്തിക്കണം, അതേ സമയത്ത് പേടിക്കണം. എന്നാൽ കുതിര വിടാനല്ല, എന്നാൽ അതിൻ്റെ ഇടയിൽ അള്ളാഹു എന്നെ ഒഴിവാക്കൂല. ചിന്തിക്കണം. ഈ കാലിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ്. മക്കക്കാരനായ ഒരു സ്വാലിഹായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വയസ്സാം കാലത്ത് ഒരു കുഞ്ഞുണ്ടായി. ഭാര്യയും ഭർത്താവും ഇങ്ങനെ ദ്വാർക്കുമായിരുന്നു, പടച്ചോനെ ഞങ്ങൾക്കൊരു കുട്ടിയെ തരണേ. മക്കളുണ്ടായില്ല ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക്. അങ്ങനെ വൃദ്ധന്മാരായി ഭാര്യയും ഭർത്താവും. വയസ്സാം കാലത്ത് ഈ ഉമ്മ ഈ സ്ത്രീ ഗർഭം ധരിച്ച്. ഇയാൾക്കും വയസ്സായി, ഭാര്യക്കും വയസ്സായി. വയസ്സായ കാലത്താണ് ഒരുപാട് കാലം റബ്ബിനോട് പൊട്ടി കരഞ്ഞ് ദുആ ചെയ്തിട്ട് വയസ്സായ കാലത്താണ് ഈ പെണ്ണ് ഗർഭം ധരിച്ചത്.
അങ്ങനെ ഗർഭം പ്രസവിച്ചു. പക്ഷേ ഒരു പെൺകുട്ടിയെ പ്രസവിച്ച ഉടനെ ഉമ്മ മരിച്ചുപോയി. അപ്പോൾ വയസ്സായ മൂപ്പർക്ക് രോഗമാണ്, ഈ സാലിയായ മനുഷ്യന് രോഗമാണ്. ആരും മരിച്ചു? കുട്ടിയുടെ ഉമ്മ മരിച്ചു. ഒരു പിഞ്ചു പൈതല്. എന്താ ചെയ്യാ അറിയൂല. പിന്നെന്ത് ചെയ്യും? ഒരു ഖാദിമുണ്ടായിരുന്നു. ആ ഖാദിമിനെ കൊണ്ട് ഖാദിമോ അദ്ദേഹം കൂടി ഇങ്ങനെ കുട്ടിയെ പരിചരിക്കും. കുളിപ്പിച്ചിട്ട് നേരെ സ്വന്തം രോഗിയായി കിടക്കുന്ന കട്ടിലിൽ കുട്ടിയെ കിടത്തും. തള്ള കിടക്കും പോലെ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ കിടക്കും. പാല് അന്യ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കും. മുലപ്പാലില്ല. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു. മരിക്കാനായപ്പോൾ ഫഖാലൽ ഖാദിമു, ഖാദിമു പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഇനി കുട്ടിയുടെ കാര്യമാണെങ്കിൽ ബേജാറാകണ്ട, കുട്ടിയെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക, ഞാൻ വളർത്തിക്കോളാം ഈ കുട്ടിയെ എന്ന് പറഞ്ഞു ഈ ഖാദിം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഇജ് ഫഖീറാണ്, നിനക്ക് ഇപ്പോൾ തന്നെ എന്റെ കുടുംബം പോറ്റാൻ കഴിയൂല, പിന്നെ ഒരു കുട്ടിയെയും കൂടി കിട്ടിയാൽ അതും കഴിയൂല, ഇതിനിപ്പോ നിന്നെ ഏൽപ്പിക്കണില്ല, ഇത് മുതലാളിയെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. നമുക്ക് മുതലാളിയെ ഏൽപ്പിക്കാം, മുതലാളി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ ബഹുമാനപ്പെട്ടവരെ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ എന്ത് ചെയ്യാന്നറിയോ, ഈ കുട്ടിയെയും എടുത്തിട്ട് ആ രാത്രി മെല്ലെ ആരും കാണാതെ പോയി, രാത്രി നട്ടപ്പാതിരൊക്കെ പോയിട്ട് കഅബാലയത്തിന്റെ അടുത്ത് പോയിട്ട് ഹിജ്ർ ഇസ്മായിൽ കെട്ടിന്റെ അവിടെ ആരും കഅബ തവാഫ് ചെയ്യാത്ത ഒരു സമയം ഉണ്ടാവും. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. എന്റെ വല്യപ്പ പോയ കാലത്ത് പോലും തവാഫ് ചെയ്യാത്ത സമയങ്ങളുള്ളതായി. ഉച്ചന്റെ സമയത്തൊന്നും തവാഫ് ചെയ്യൂല. ഇന്നത്തെ പോലെയല്ല, പണ്ട് ആളും കുറവ്. അപ്പൊ അങ്ങനത്തെ ഒരു സമയം നോക്കിയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഹിജ്ർ ഇസ്മായിൽ കെട്ടിന്റെ അവിടെ, ആ പാർട്ടിയുടെ നേരെ താഴെ ആ ഹിജ്ർ ഇസ്മായിൽ കെട്ടിന്റെ അവിടെ മുതലാളിയുടെ പുരയില്, അത് മുതലാളിയുടെ പുരയാണല്ലോ, ഹിജ്ർ ഇസ്മായിൽ കെട്ട് എന്ന് പറഞ്ഞാൽ കഅബ. അപ്പൊ മുതലാളിന്റെ പുരയെ കൊണ്ടേ കിടത്തിയിട്ട് ഇജ് പെട്ടെന്നാണ് പോയിക്കാളാ, പിന്നെ ബാക്കി മുതലാളി നോക്കിക്കോട്ടെ, മുതലാളി തന്നല്ലേ മുതലാളി നോക്കിക്കോട്ടെ. ആരാ മുതലാളി? അല്ലാഹ്. എത്ര സ്ഥലത്താ പറഞ്ഞ മുതലാളിയാണ്. വലിയ മുതലാളിയാ, സ്തുത്യർഹനായ മുതലാളിയാ. അങ്ങനെ ഈ മനുഷ്യൻ മരിച്ചപ്പോൾ, ഈ സ്വാലിഹായ മനുഷ്യൻ മരിച്ചപ്പോൾ, ഈ ഖാദിം രാത്രി ആരും കാണാതെ വെളുപ്പാൻ കാലത്ത്, തഹജ്ജുദിന്റെ നേരത്തെ ആ വെളുപ്പാൻ കാലത്ത് കൊണ്ടുപോയിട്ട് കെട്ടിപ്പൊഴിഞ്ഞ് ഈ കുട്ടി ഉറങ്ങി കിടക്കുന്ന കുട്ടിയെ അനക്കാതെ മെല്ലെ എടുത്തു കൊണ്ടുപോയി ഹിജ്ർ ഇസ്മായിൽ കെട്ടിന്റെ ഉള്ളിൽ പാത്തിയുടെ താഴെ കിടത്തി. എന്നിട്ട് അയാൾ പെട്ടെന്ന് മാറുകയും മസ്ജിദുൽ ഹറാമിന്റെ തൂങ്കാലുകളിൽ നിന്ന് ഒരു തൂങ്കാലിനെ മാറി ഇങ്ങനെ നോക്കുകയും ചെയ്തു. ഇനി എന്താ നടക്കണമെന്നൊന്ന് കാണാലോ. ഇങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. മൊലാളിന്റെ പുരയെ കൊണ്ടേ കിടത്തിക്കളാം, മൊലാളി നോക്കിക്കോളും, അതുകൊണ്ട് എന്താ നടക്കണമെന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഇയാൾ അങ്ങനെ ചെയ്തിട്ട് ഇയാൾ വേഗം മസ്ജിദുൽ ഹറാമിന്റെ പള്ളി കയറി തൂങ്കാലിന്റെ ബാക്കിൽ ഇങ്ങനെ നോക്കി നിന്നു. കുറെ നേരം കഴിഞ്ഞു. അപ്പോൾ വെളുപ്പാൻ കാലത്ത് ഉമ്മുൽ മലിക് തതൂഫുൽ ബൈതാ, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി അന്നത്തെ വെളുപ്പാൻ കാലത്ത് ആദ്യം വന്നത് മക്ക രാജാവിന്റെ ഉമ്മയാണ്. വലിയ തോഴിമാരൊപ്പം ഉമ്മയാണ് വന്നു. ഉമ്മ തവാഫ് ഇങ്ങനെ ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തവാഫാണ് കാരണം ഇങ്ങനെ എത്തുമ്പോൾ ഹിജ്ർ ഇസ്മായിൽ കെട്ടിനടിയിൽ സുന്ദരനായ കുട്ടി, ചെറിയ ഒരു കുട്ടി. അപ്പൊ അവര് തവാഫ് നല്ല പിന്നെ പാഞ്ഞ് എന്നിട്ട് എടുത്ത് വിളിച്ചോണെ, എന്തൊരു ചെറുക്കുള്ള കുട്ടി, ആരാ അതിനെ കിടത്തിയത്. അപ്പോഴത്തിന് തോഴിമാര് വന്ന് അതിനെ പിടിക്കലായി, അതിനെ നാറ്റലായി, അതിനെ മുത്തലായി, എല്ലാ അതിന്മേലെല്ലാം വേഗം തവാഫ് തീർത്ത് പിന്നെ അവർ കൊണ്ടുവന്ന പുതപ്പ് കൊണ്ട് ഒന്നും കൂടി അതിന് മഞ്ഞ് തട്ടുമോ എന്ന് മൂടി പറഞ്ഞ വേഗം വീട്ടിൽ പോകുക, ഏതായാലും നമുക്ക് അല്ലാഹു ഒരു നിധി തന്നതാണ്. കൊട്ടാരത്തിൽ കൊണ്ടുപോയി. പിന്നെ ഈ കുട്ടിയെ വളർത്തിയത് രാജാവിന്റെ ഉമ്മയാ.
രാജകൊട്ടാരത്തിൽ കിട്ടുന്ന എല്ലാ വിദ്യാഭ്യാസവും ഈ കുട്ടിക്ക് കിട്ടി. വലിയ സുന്ദരിയായി, വലിയ വിദ്യാഭ്യാസമുള്ളവരായി ഉള്ളവളായി, വലിയ സുശീലയായി, വലിയ മഹതിയായി, അതായത് രാജകുമാരിയായി, രാജാവിന്റെ ഉമ്മയുടെ മോളാണ്. അതായത് രാജാവിന്റെ പെങ്ങളെ സ്ഥാനത്താണ് വളർന്നു. ഫലമ്മ ബലഗത്ത്, പ്രായപൂർത്തിയായപ്പോൾ പലരും പെണ്ണന്വേഷിച്ച്. കാരണം നല്ല കിട്ടലും കിട്ടും, നല്ല ചുറുക്കുള്ള കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, കൊട്ടാരത്തിൽ വളർന്നാലേ രാജാവിന്റെ ഉമ്മാക്ക് നിന്നെ പൊൻകനിയാവുന്നതിന് തേൻകനിയാവുന്നത് ഭയങ്കര ഇഷ്ടാ. രാജാവാകട്ടെ ഉമ്മാന്റെ അടിമ, ഉമ്മ എന്ത് പറഞ്ഞാലും രാജാവ് കേൾക്കും. ഉമ്മാന്റെ വളർത്തുന്ന കുട്ടിയാണിത്. അവസാനം ഒരു ദിവസം പ്രധാനമന്ത്രിന്റെ മോനും വന്നിട്ട് ഈ ഉമ്മ രാജാവിന്റെ ഉമ്മയുടെ അടുത്ത് വന്ന് കാല് പിടിച്ച്. പല രാജകുമാരന്മാരും ഈ കുട്ടിയെ കല്യാണം അന്വേഷിച്ചു, ആർക്കും കെട്ടിച്ചു കൊടുത്തില്ല. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മോനും വന്നിട്ട് എല്ലാ വാഗ്ദാനവും നൽകി, ഞങ്ങൾ പൊന്നു പോലെ പോറ്റുന്നതാണ്, ഞങ്ങൾക്ക് ഈ കുട്ടിയെ വലിയ താല്പര്യമാണ്, അതുകൊണ്ട് ഈ കുട്ടിയെ ഞങ്ങൾക്ക് തരണം, എന്റെ മോനിന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയും മകനും വന്നിട്ട് നിർബന്ധിച്ചു. അവസാനം രാജാവിന്റെ ഉമ്മ വഴങ്ങി. അങ്ങനെ നിക്കാഹിനെ ഏർപ്പാട് ചെയ്തു. മക്കയിലെ ഖലീഫ, അക്കാലത്തെ ഏറ്റവും വലിയ ഖാളി വന്നു, ഈ കുട്ടിയെ കെട്ടിച്ചു കൊടുത്തപ്പോൾ മഹറായി മന്ത്രികുമാരൻ ഈ കുട്ടിക്ക് കൊടുത്തത് 20,000 സ്വർണ്ണ നാണയം മഹർ മാത്രം. 5 പവൻ മാലയല്ല. എത്ര പവൻ പറ? മഹറായി മാത്രം കിട്ടിയത് എത്ര? 20,000 പവന മഹർ കിട്ടിയത്. ആകെ 1-ാം ദിവസം ആദ്യം കിട്ടിയത്. രാജാവും രാജകൊട്ടാരത്തിലുള്ളവരും ഉമ്മയും എല്ലാം കൂടെ സ്വർണം കൊണ്ട് കുട്ടിയെ മൂടി, രത്നവും സ്വർണവും. അങ്ങനത്തെ ഒരു കല്യാണം മക്കയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ കല്യാണം നടന്നു. ഈ സംഭവം ഇബ്നു അജീബ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ പ്രതീക്ഷിക്ക്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മരുഭൂമിയിൽ ആട് മേച്ച് നടന്ന ഒരു കൂട്ടുകാരൻ മഹാനായ ലുഖ്മാൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ എന്തുണ്ടായെന്നറിയോ? ഒരിക്കല് ഈ ലുഖ്മാൻ, മഹാനായ സയ്യിദ്ന ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അടിമ ബാലനായിരുന്നു സയ്യിദ്ന ലുഖ്മാൻ. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരധ്യായം സയ്യിദ്ന ലുഖ്മാന്റെ പേരിലാണ് അലൈഹിസ്സലാം. സയ്യിദ്ന ലുഖ്മാൻ അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അങ്ങനെ ആട് മേച്ച് നടക്കുമല്ലോ. ഒരു നൗബക്കാരനാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ലുഖ്മാൻ. ലുഖ്മാൻ സുഡാനിയാണെന്ന് ചില താരീഖിൽ കാണാം. ലുഖ്മാൻ സുഡാനിയല്ല, ലുഖ്മാൻ മിസ്രിയാണ്. പക്ഷെ അതേ സമയത്ത് മിസ്രികൾ 2 സൈസ് ഉണ്ട്. ഒന്ന് സുഡാന്റെ അടുത്ത ഏരിയക്കാരായ മിസ്രികളും പിന്നെ കൈറോ ഏരിയയിലെ മിസ്രികളും തമ്മിൽ വ്യത്യാസമുണ്ട് കളറിൽ. സുഡാന്റെ ഏരിയയിലുള്ള മിസ്രികൾ കറുത്ത മിസ്രികളാണ്. അപ്പൊ അവരെ പ്രത്യക്ഷത്തിൽ കണ്ട സുഡാനികളാണെന്ന് തോന്നും. അതുകൊണ്ട് ചില താരീഖില് സുഡാനിയൻ പിന്നെ ഹബ്ഷിയൻ എന്ന് ഒക്കെ കാണാം. അത് ശരിയല്ല. എന്നാ അതൊരു ശരിയല്ല എന്നും പറയണ്ട, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. നൗബക്കാരനാണ് സയ്യിദ്ന ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. നൗബ എന്ന പ്രദേശം രാജാക്കന്മാർ പല ഘട്ടത്തിലും യുദ്ധം ചെയ്ത് ചിലപ്പോൾ സുഡാനിലേക്ക് ചേർത്തിട്ടുണ്ട്, ചിലപ്പോൾ മിസ്രിലേക്കും ചേർത്തിട്ടുണ്ട്. എന്നാൽ ആ നാട്ടുകാര് അബസീനിയൊക്കെ പോലെ തനി സുഡാനികളെ കളറാണ്. ഇപ്പോൾ നൗബ എന്ന പ്രദേശം, ഇപ്പോൾ നൗബ മിസ്രിലാണ്. ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. റബ്ബിന്റെ സഹായത്താൽ ലുഖ്മാന്റെ ഖബറും ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ സിയാറത്തും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട വിദ്യാക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബക്കറ്റ് പിരിവ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം.
നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സലീം നിസാമി പറഞ്ഞതുപോലെ നിങ്ങളാൽ കഴിയുന്ന ഇത് കൊടുത്തോ കൊടുത്തോളൂ. നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ നിങ്ങളതിൽ എഴുതി അത് ഒരു കൊല്ലം കൊണ്ടോ മറ്റോ നിങ്ങൾ കൊടുത്ത് വീട്ടിയാൽ മതി. പക്ഷെ അതൊരു 2500 എന്നല്ല സ്ക്വയർ ഫീറ്റിന് പറഞ്ഞേ. സ്ക്വയർ ഫീറ്റ് 2500 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് നല്ല അത് ഭാര്യ ഭർത്താവ് ഓരോരുത്തരുടെ പേരും ഓരോ സ്ക്വയർ ഫീറ്റ് എഴുതിക്കോളൂ. പുരയിലുള്ളവരുടെ പേരിലൊക്കെ ഖുർആന് വേണ്ടിയുള്ളതാണ്. ഞാനും അറിയുന്നൊരു സംഗതിയാണത്. അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ്. റബ്ബിന്റെ സഹായത്താൽ അള്ളാഹു നമുക്കൊരു തൗഫീഖ് തന്നതാണ്. അള്ളാഹു നമ്മളൊക്കെ ഒരുമിച്ച് നിർത്തി ഈ നന്മക്ക് ഈ പൂങ്കാവനത്തിൽ അള്ളാഹിന്റെ കോടതിയിൽ ഈ പൂങ്കാവനം കൊണ്ട് ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് എന്നാൽ അത് വലിയൊരു സംഭവമാകും. അതെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കും. അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കുക. നോമ്പ് അവസാനിക്കുകയാണ്. അള്ളാഹിനെ പറ്റി അള്ളാഹു എനിക്ക് പുറത്തു തരൂല എന്നല്ല, അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് വിചാരിക്കുക. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ചിന്തിക്കുക. ഒരു ദിവസം പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കൂടെ ആട് മേച്ചിരുന്ന ഒരു കറുകറുത്ത മനുഷ്യൻ കാളിയെ കാണാൻ വേണ്ടി വരിക. അപ്പൊ കാളിയല്ല, കാളിൽ ഖുലാത്ത് ചീഫ് ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുകയാണ്. ആര്? മഹാനായ സയ്യിദുന ലുഖ്മാൻ. ആരായിരുന്നു ലുഖ്മാൻ? ലുഖ്മാൻ എന്ന ആള് ഇസ്രായേലി സമൂഹത്തിന്റെ ആട്ടിടയനാണ്. സയ്യിദുന ലുഖ്മാൻ, കറുകറുത്ത സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം. നബി അല്ലെങ്കിലും ഖുർആനിൽ പറയപ്പെട്ട മഹാനാണ് സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം. പറഞ്ഞാക്കി സയ്യിദുന ലുഖ്മാൻ സംസാരിക്കുകയില്ല. 3 കാര്യം കൊണ്ടാണ് ലുഖ്മാൻ മഹാനായത്. ഒന്ന്, ബിഹുസ്നി വന്നിഹി ബില്ലാഹ്, നല്ല വിചാരം, അള്ളാഹിനെ പറ്റി നല്ല വിചാരം. ആട്ടിടയനാണെങ്കിലും അള്ളാഹിനെ പറ്റി നല്ല വിചാരം. എന്റെ റബ്ബിനെ എത്തിക്കും. എത്തിച്ചില്ലേ? നിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നവനാണ് അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, തങ്ങൾ ഇവിടെ അല്പം സൂചിപ്പിച്ചു, സ്വർഗത്തിൽ കടത്താനല്ലാതെ നരകത്തിൽ കടത്താൻ അള്ളാഹ്ക്ക് താല്പര്യമില്ല. അള്ളാഹ്ക്ക് താല്പര്യമില്ല നരകത്ത് കടത്താൻ. ഒരു വിധ കഴിവും നരകത്ത് കടത്തൂല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് സ്വർഗത്തിന് 8 വാതിൽ വെച്ചത്. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ 1,24,000 ആളെ പറഞ്ഞയച്ചത്. നരകത്തിലേക്ക് ക്ഷണിക്കാൻ ഒരാൾക്ക് മാത്രമേ ശമ്പളം കൊടുത്തിട്ടുള്ളൂ, മൽഊനായ ഇബ്ലീസ്. സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല സർവ്വയോഗ്യതയുമുള്ള 1,24,000 ആളെ പറഞ്ഞയച്ചു. 100 ഏടിറക്കി, 4 കിതാബ് ഇറക്കി. ഉമ്മിനെ ചിന്തിക്കണം. ഒരിക്കൽ ഒരു ബഹളത്തിനിടയിൽ ഒരു പെണ്ണിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. പെണ്ണിങ്ങനെ നിന്ന് കരയാൻ തുടങ്ങി. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണിനെ കണ്ടപ്പോൾ ചോദിച്ചു, മാലാഹ, എന്തായി പെണ്ണിനെ പറ്റിയത്? ആളുകൾ പറഞ്ഞു, ഫഖദത്ത് വലദഹ, ആ പെണ്ണിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയതാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫഖദു ലി വലദഹ, അന്വേഷിക്കി, ഇവിടെ പെണ്ണിന്റെ കുട്ടിയെ അന്വേഷിക്കി. ഒരു പെണ്ണിന്റെ കുട്ടിയുടെ നഷ്ടപ്പെട്ടിട്ട് വെറുതെ നിൽക്കല്ലേ, അന്വേഷിക്കും. സ്വഹാബികൾ 4 പാടും ഓടി കുട്ടിയെ കണ്ടുപിടിച്ചു. കുട്ടിയെയും കൊണ്ട് മുസ്തഫ നബിയുടെ അരികിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് നോക്ക്. അള്ളാഹിനെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി. അല്ലാഹുവേ ജല്ല ജലാലേ, നിന്റെ റഹ്മത്തിനെ തൊട്ട് നീ ഞങ്ങളെ ഒഴിവാക്കരുതേ പടച്ചോനെ. അവൻ ആ റഹ്മത്തിനെ തൊട്ട് ഒഴിവാക്കിയ കഴിഞ്ഞ് അല്ലാഹുവേ, രക്ഷിതാവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാ, നീ തൗഫീഖ് തരണമേ അല്ലാ. റമളാൻ അവസാനിപ്പിക്കാണ്. അള്ളാൻ തന്നെ ഇന്നത്തെ വയറിൽ മൊത്തം അള്ളാഹിനെ പറ്റി പറയുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് പ്രതീക്ഷ കൂടട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അങ്ങനെ ഈ പെണ്ണിന്റെ കുട്ടിയെ കണ്ടെത്തി. ഈ കുട്ടിയെയും കൊണ്ട് പുണ്യ മുഹമ്മദ് മുസ്തഫ പെണ്ണിന്റെ അരികിൽ വന്നു. കുട്ടി അങ്ങോട്ട് ഏൽപ്പിച്ചു. കുട്ടിയെ പിടിച്ചിട്ട് ഈ ഉമ്മ, ഈ സ്ത്രീ എന്ത് ചെയ്തു? കുറെ വയറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് കൂട്ടി, ഇവിടെ വെച്ച് കൂട്ടി.
കുറെ ചിരിക്കാൻ തുടങ്ങി, കുറെ കരയാൻ തുടങ്ങി, കുറെ ചിരിച്ച് കുറെ കരഞ്ഞ്. തൊട്ടപ്പുറത്ത് റസൂലുള്ളാഹിന്റെ പോലും ആ പെണ്ണാണ് മറന്നുപോയി. ആ പെണ്ണ് അങ്ങോട്ട് ചിരിക്കും, കുറെ ചിരിച്ച് പരിസരബോധം നഷ്ടപ്പെട്ട് കുറെ ചിരിച്ച് കുറെ കരഞ്ഞ് പെണ്ണിനൊരു ബോധമില്ലാത്തതുപോലെ അത്രയും വലിയ സ്നേഹം കുട്ടിയോട് പ്രകടിപ്പിച്ച് പെണ്ണിന് പരിസരബോധം നഷ്ടപ്പെട്ട് നിന്നു. ഇത് കണ്ടപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, അമാ തറൗന ഹാദിഹിൽ മർഅത ത്വാരിഹതൻ വലദഹാ ഫിന്നാർ. ഇത്രയേറെ ഇവൾ സ്നേഹിക്കുന്ന ഈ കുഞ്ഞിനെ ഇവൾ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ലാ ലാ യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ അവൾ തീയിലേക്ക് എറിയോ? ഫഖാല, അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻഹാ ബിവലദിഹാ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞില്ല, കേട്ടോ കേട്ടോ എന്നാ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമു, ഏറ്റവും കരുണയുള്ളവളാണ്, ബിഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളെ കൊണ്ട്, മിൻഹാ ബിവലദിഹാ, ഇവൾക്ക് ഇവളുടെ കുട്ടിയോടുള്ള കരുണയെക്കാളും കൃപയെക്കാളും എത്ര 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 എത്രയോ ഇരട്ടി അല്ലാഹുവിന്റെ അടിമയോട് കരുണയാ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. പ്രശ്നെ അങ്ങനത്തെ റബ്ബല്ലേ നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ അല്ലാ. നിന്റെ സ്വർഗം തുറന്നു തരണമേ അല്ലാ. നിന്റെ സ്വർഗം നീ തുറന്നു തരണമേ അല്ലാ. ഞാൻ മുക്കാശഫയിൽ നിങ്ങൾക്ക് വേറൊരു സംഭവം പറഞ്ഞുതരാം. ഇമാം ഗസാലി മുക്കാശഫയിൽ രേഖപ്പെടുത്തിയ അള്ളാഹിനെ മനസ്സിലാക്കിക്കോളി, പിന്നെയും പിന്നെയും അള്ളാഹിനെ മനസ്സിലാക്കിക്കോളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ മുക്കാശഫയിൽ നിന്ന് ഒരു സംഭവം പറഞ്ഞു തരാം. മുക്കാശഫ ഇമാം ഗസാലി തങ്ങളുടെ കിതാബാണ്. 1000 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ ഒരാൾ മുസ്ലിം ലോകത്ത് വന്നിട്ടില്ല എന്നാണ് പണ്ഡിതപക്ഷം. അത്രയും വലിയ മഹാനാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിരുന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി. ഉറക്കെ പറഞ്ഞാളെ റളിയല്ലാഹു. അത്രയും വലിയ ആളാണ്, അത്രയും വലിയ ആളാണ്. അത്രയും വലിയ ബഗ്ദാദ് പട്ടണത്തിന് നടുവിലാണ് ഇമാം ഗസാലിയുടെ ഖബർ. അള്ളാഹുവിന്റെ സഹായത്താൽ അവിടെയും ഞാൻ പലവട്ടം പോകാൻ എനിക്ക് റബ്ബ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ബഗ്ദാദ് പട്ടണത്തിന് നേരെ നടുവിലാണ് ഇമാം ഗസാലിയുടെ മഖബറ. വല്ലാത്തൊരു സ്ഥലമാണത്. അള്ളാഹു അവിടെയൊക്കെ എത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഗസാലി ഇമാം പറയുന്ന ഒരു സംഭവമുണ്ട് മുക്കാശഫയിൽ. ഒരു നാട്ടിലൊരു കള്ളുകുടിയനുണ്ടായിരുന്നു. മുക്കാശഫയിൽ പറഞ്ഞ സംഭവമാണ്, ശ്രദ്ധിക്കുക. ഒരു പെരുങ്കുടിയൻ, കുടിക്കന്നെ എപ്പോഴും കുടിക്കന്നെ കഞ്ഞും ചോറുമല്ല, കുടിയന്നെ കുടി. കുടി കൂടിയത് കാരണം ജനങ്ങൾ ഒഴിവാക്കി. അങ്ങനെ കുടിച്ച് ആൾ മരിച്ചു. മരിച്ചപ്പോൾ തറക്കന്നാസു ജനാസതഹു, അയാളെ ജനാസയെയും ജനങ്ങൾ ഒഴിവാക്കി. ആ മരിച്ച പോരേക്കാരും പോയില്ല. ഈ അതിൽ കള്ളുടി എന്റെ മയ്യത്തിക്കാൻ പോകാനാവൂല എന്ന് വിചാരിച്ച എല്ലാവരും മാറി നിന്നു, ഒക്കെ ബഹിഷ്കരിച്ചു. ആ കാലത്ത് ഒരു സാഹിബുൽ വഖ്ത് ഉണ്ടാവും. ഏത് കാലത്തും ഒരു മഹാൻ ഉണ്ടാവും, അള്ളാഹുവിന്റെ പ്രത്യേകമായ ദാസൻ ഉണ്ടാവും. ഖുത്ബാനിയത്തിന്റെ മഖാം എത്തിച്ച മഹാന്മാർ ഏത് സമാനിലുണ്ടാവും, ഇന്നും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത് പൊളിഞ്ഞടിയാടും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹിന്റെ ഖുത്ബീങ്ങളും ഓസിയങ്ങളും ഇല്ലാത്തൊരു കാലം ലോകത്തുണ്ടാവുന്നല്ല, ഏത് കാലത്തുണ്ടാവും. ഇന്നും അവരുള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള ഒരു മഹാനുണ്ടായിരുന്നു. ആ മഹാന് കഫൻ ചെയ്ത് മയ്യത്ത് മറവ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തോളൂ എന്ന് അള്ളാഹു ഇൽഹാം അറിയിച്ചു. വഹ്യെ മുടങ്ങിയിട്ടുള്ളൂ. ഇൽഹാം അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഓരോ കാലഘട്ടത്തിലും. അങ്ങനെ ഈ വലിയ ഇൽഹാം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഈ മഹാൻ വേഗം കാടിറങ്ങി വന്നു. വെളുപ്പാങ്കാലത്ത് നാട്ടിലെത്തിയിട്ട് ഈ പറയപ്പെട്ട മയ്യത്തിന്റെ ഈ വീട്ടിൽ, മരിച്ച വീട്ടിൽ പോയി
ആരുമില്ല. കരഞ്ഞിരിക്കുന്ന വിധവയായ പെണ്ണല്ലാതെ വീട്ടിലില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഈ മഹാന് ചെറിയ ഒത്ത നാട്ടുകാർ അയൽവാസികളെ വിളിച്ച് ഇതാ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കഫം വാങ്ങിക്കൊണ്ട് കഫം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അപ്പോഴത്തിന് മെല്ലെ മെല്ലെ വിവരം പുറത്തിറങ്ങി. എന്നാൽ ഇന്ന് മഹാനിത എത്തിയിരിക്കുന്നു, അദ്ദേഹമാണ് ജനാസക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോഴത്തിന് ജനങ്ങൾ കേട്ടറിഞ്ഞ അത്ഭുതത്തിൽ വരവായി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു തആല റഹ്മത്ത് ഇനിയും നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. അല്ലാഹു തആല അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിഞ്ഞ് എല്ലാ കിണറും അല്ലാഹു നിറച്ചു തരട്ടെ. എല്ലാ കിണറും അല്ലാഹു നിറച്ചു തരട്ടെ. ഭൂമിയിൽ പ്രയാസമില്ലാതെ അല്ലാഹു എവിടെയും വെള്ളം തരട്ടെ. വെള്ളം അല്ലാഹു മനുഷ്യൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നിറച്ച് തരട്ടെ. ഒരു കമ്മിയില്ലാതെ അള്ളാഹു നിറച്ചു തരട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ഖൈർ തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ ചിന്തിക്കും. അങ്ങനെ ഈ മഹാനീയർക്ക് നേതൃത്വം നൽകി ആളുകൾ അങ്ങോട്ട് വന്നുകൂടി. അക്കാലഘട്ടത്തിൽ അന്ന് വരെയും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർക്കോ രാജാക്കന്മാർക്കോ ലഭിക്കാത്ത അത്ര വലിയ ആൾക്കൂട്ടം ജനാസയിൽ വന്ന് എന്റെ ഈ മഹാനെ കാണാൻ എല്ലാവർക്കും വലിയ കൊടിയ. ഈ മഹാനെ ആരും പ്രധാനമായി ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഈ മഹാനോടുകൂടെ എല്ലാവരും ജനാസയിൽ പങ്കെടുത്ത് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി എല്ലാം കഴിഞ്ഞ് മയ്യത്ത് മറവ് ചെയ്തപ്പോൾ
ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഈ മനുഷ്യനോട്, ഈ മഹാനോട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, തറക്നാ, ഈ മനുഷ്യന്റെ തെറ്റ് കാരണം ഞങ്ങൾ ഇവനെ പറ്റ ഒഴിവാക്കിയതാണ്. പിന്നെ നിങ്ങൾ വന്നത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ എന്തിനെ വന്നു? നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇവൻ മുഴുക്കുടിയനാ. കുടിയല്ലാത്ത ഒരു പണിയും ഇവനില്ല. കുടിച്ചവനായിട്ടല്ലാതെ ഞങ്ങൾ ഇവനെ കണ്ടിട്ടുമില്ല. എന്തിനാണ് നിങ്ങൾ ഇവന്റെ ഈ മയ്യത്തിന് വേണ്ടി വന്നത്? നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ കാണാനായി എന്നത് നേരാണ്. പക്ഷേ ഞങ്ങളെല്ലാരും ഒഴിവാക്കിയ ഈ മയ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തിനു വന്നു ബഹുമാനപ്പെട്ടവരെ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞില്ല, അതിരി എനിക്കറിയൂല, എനിക്ക് റബ്ബിന്റെ ഒരു സന്ദേശം കിട്ടി, അപ്പൊ അങ്ങനെ ഞാൻ വന്നതാണ്. സന്ദേശം റബ്ബിന്റെ സന്ദേശമാണെന്ന് എനിക്ക് മനസ്സിലാകാനുള്ള അടയാളങ്ങളും കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വന്നതാ, എനിക്കറിയൂല. ഏതായാലും നമുക്ക് അയാളെ ഭാര്യ ഉണ്ടാവുമല്ലോ, ഭാര്യക്കറിയാം വല്ല രഹസ്യം ഇതിന്റെ പിന്നിലുണ്ടോ. അങ്ങനെ നാട്ടുകൂട്ടവും പ്രധാനികളും നേരെ വീട്ടിൽ പോയി. ഭാര്യയോട് ചോദിച്ചു, മഹാൻ ചോദിച്ചു, മഹദി, ഞങ്ങള് ഈ നാട്ടുകാരെല്ലാം ഒഴിവാക്കിയ ഒരു ജനാസയാണ്. ആ ജനാസ പിന്നെ ഇത്ര വലിയ കാര്യത്തിലായി. എനിക്കൊരു പ്രത്യേക സന്ദേശം കിട്ടി, അങ്ങനെ വന്നതാ. ഈ ജനാസയെ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടി. ഹൽ കാന ഇൻദഹു മിൻ ഹസനതി യഅമലുഹാ, വല്ല നന്മയും ഇവൻ ചെയ്തതായി നിനക്ക് അറിയോ എന്ന് ഭാര്യയോട് ആ കാലഘട്ടത്തിന്റെ വക്തിന്റെ മഹാനായ ഈ ഖുതുബ് ആ ഭാര്യ പെണ്ണിനോട് ചോദിച്ചു. ഫഖാലത്ത്, പെണ്ണ് പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയൂല. എന്നെ കെട്ടിയ അന്ന് മുതൽ ഒരു നന്മ അയാൾ ചെയ്യണത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു നന്മ അയാൾ ചെയ്തിട്ടില്ല. അയാൾ ഇങ്ങനെ തന്നെ ഫുള്ള് കുടിയനായിരുന്നു. എന്നെ അയാൾ കെട്ടിയിട്ട് ഒരു നന്മ അയാൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല അന്നഹു ഇദാ ദഖല ജൗഫുൽ ലൈലി ഫയഖൂമു അലാ ഹസീരിഹി ഫയബ്കി ഫയഖൂലു യാ റബ്ബി യാ റബ്ബി അദ്നബതു യാ റബ്ബി യാ റബ്ബി യാ റബ്ബി ഫയബ്കി ഹത്താ യുസ്ബിഹ വയുസല്ലി സുബ്ഹ. അയാളപ്പോൾ രീതിയായിരുന്നു. ഇയാൾക്ക് ഒരു കാര്യം ഞാൻ അയാളിൽ കണ്ടിട്ടുള്ളൂ. അയാളൊരു നന്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. പാതിരാത്രി ആയാൽ കള്ളിന്റെ മാലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പാതിരാത്രി കഴിഞ്ഞാൽ ഇയാൾ എണീക്കും. ഇയാൾ എണീറ്റിട്ട് പറയും, യാ റബ്ബി യാ റബ്ബി, റബ്ബേ റബ്ബേ അദ്നബതു ശരിബത്തുൽ ഖംറ, ഇന്നും ഞാൻ കള്ള് കുടിച്ച് റബ്ബേ ദോഷം ചെയ്ത് റബ്ബേ റബ്ബേ നിനക്ക് ഞാൻ ഇന്നും ഇതിര് ചെയ്ത് എന്ന് പറയും. ഫയബ്കി, കരയും. പാതിരാത്രി മുതൽ കരയും. ഹത്താ യുസ്ബിഹ, സുബ്ഹി വരെ. ഫയുസല്ലി സുബ്ഹ, സുബ്ഹി നിസ്കരിക്കും. വേറെ ഒരു നന്മ ഇയാളെയാണ് ഞാൻ കണ്ടിട്ടില്ല. ഒരു നന്മയുള്ളൂ, പാതിരാത്രി കഴിഞ്ഞ നേരം വിളിക്കണവരെ കാര്യം. റബ്ബേ റബ്ബേ, മുഅ്മിനീങ്ങളെ റബ്ബിലേക്ക് തേടിക്കോളൂ. നോമ്പിൽ റമളാൻ മാസത്തിന്റെ മർമ്മവും അത് തന്നെ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അൽ-ബഖറ 183 നോമ്പ് അനുഷ്ഠിക്കുക. അൽ-ബഖറ 184 നിങ്ങൾ ഉദുറുണ്ടെങ്കിൽ മറ്റു മാസത്തിൽ അനുഷ്ഠിച്ചാൽ മതി. അൽ-ബഖറ 185 അൽ-ബഖറ 185 ഉദുറുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു സമയത്ത് അനുഷ്ഠിച്ചാൽ മതി. അൽ-ബഖറ 186 വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു دعوة الداعي إلى دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അൽ-ബഖറ 186. ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടാ. ഇതിന് ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ, മറക്കരുത് കേട്ടാ. റമളാന്റെ മർമ്മം ദുആയാണ്. ദുആക്ക് ഉദ്റുണ്ടാവില്ല, നോമ്പിന് ഉദ്റുണ്ടാവും. നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് അതൊന്ന് പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റമളാന് ഉദ്റുണ്ട്, ദുആക്ക് പറ ഉദ്റില്ല. ഖുർആൻ പോലും ഇറങ്ങി എന്നല്ലാതെ ഓതിക്കോളൂ എന്ന് പറഞ്ഞില്ല. ഇങ്ങോട്ട് നോക്ക്. ഖുർആൻ പോലും ഈ മാസം ഇറങ്ങി എന്നല്ലാതെ ഓതിക്കോളൂ എന്ന് പറഞ്ഞില്ല. എന്നാൽ ദ്വാർന്നോളൂ എന്ന് പറഞ്ഞു. അതിന് ഉദ്റില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ.
നിങ്ങൾ എൻ്റെ കൂടെ ഉഷാറിലായി ഉണ്ടായാലേ പറയുള്ളൂ. നിങ്ങൾ ഉഷാറിൽ ഇരുന്നാലേ പറയുള്ളൂ. നിങ്ങൾ നല്ല ഉഷാറിലുണ്ടാ? നിങ്ങൾ നല്ല ഉഷാറിലുണ്ടോ? അൽ ബഖറ 183 യാ അയ്യുഹന്നാസു യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 183. ഇനി 184 തൊട്ടടുത്ത് 184 അയ്യാമ മഅദൂദാത്തിൻ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. 184. ശരി. 185 ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഒരു വാക്കും കൂടി കൂട്ടി യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഒരു കാര്യം ചെയ്യാൻ അല്ലാഹു തആലക്ക് ഉദ്ദേശമില്ല. ശരി, ഇപ്പൊ എത്ര എണ്ണം കഴിഞ്ഞു? പറയും മനുഷ്യന്മാരെ. ഒരു വട്ടം നോമ്പ് നോറ്റോളൂ, 2 വട്ടം ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഖുർആൻ ഓതണം എന്ന് പറഞ്ഞില്ല, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതായത് ഇനി എന്നോട് അടുക്കണമെങ്കിൽ ചോദിക്കോ എന്ന് ഉത്സാരം. ശഹ്റു റമളാനല്ലദീ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അങ്ങനെ പുതിയാപ്പിള രാവിലെ പണിക്ക് പോയപ്പോ പുതിയെന്ന് പറഞ്ഞു, ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, ഇന്നത്തെ ദിവസങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്ത്, ഇന്ന് നമ്മളെ കല്യാണം നടന്ന ദിവസമാണ്. അത്ര തന്നെ പറഞ്ഞു. ഞാൻ മയനുണ്ട്, എന്ത് വൈകുന്നേരം ഒരു സാരിയെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവും, ഇല്ലെങ്കിൽ പ്രശ്നമല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞോ? കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ആ പെണ്ണത്ര നല്ല പെണ്ണായിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ ചോദിച്ചു വാങ്ങാൻ പാടില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഒന്ന് നിങ്ങളിവിടെ ഉണ്ടാകി. ആദ്യം നിങ്ങളിവിടെ ഒന്നും ഉണ്ടാവേ. ഓതണം എന്ന് പറഞ്ഞതേ ഇല്ല. ഓതണം എന്ന് ഞങ്ങൾ മൂല്യന്മാര് പറഞ്ഞതാണ്. ആര് പറഞ്ഞില്ല? ഒന്ന് പറ മനുഷ്യ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പിന്നെ ഒറ്റപ്പോക്ക് പോയി. പിന്നെ നോമ്പ് നമുക്ക് ചാടി. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. പിന്നെ അതിന് ഉദ്റും കൊടുത്തു. വമൻ കാന മരീളൻ. 184 ഫമൻ കാന മിൻകും മരീളൻ. 185 വമൻ കാന മരീളൻ. പിന്നെ 185 ഒരു വാക്ക് കൂട്ടി യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഒരു കാര്യം ചെയ്യണമെന്ന് അല്ലാഹു തആലക്ക് ഉദ്ദേശമേ ഇല്ല. ശരി, അടുത്ത ആയത്ത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. أَشْهَدُ أَن لَّا إِلَهَ إِلَّا اللَّهُ أَسْتَغْفِرُ اللَّهَ أَسْأَلُكَ الْجَنَّةَ وَأَعُوذُ بِكَ مِنَ النَّارِ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله. നോമ്പ് ദുആയാണ്, നോമ്പ് ദുആയാണ്, നോമ്പ് ദുആയാണ്, നോമ്പ് ദുആയാണ്, നോമ്പ് ദുആയാണ്. നോമ്പ് നോമ്പല്ല, നോമ്പ് ദുആയാണ്. നോമ്പ് ശരീരത്തിൻ്റെതാണ്, ദുആ റൂഹിൻ്റെതാണ്. അൽഹംദുലില്ലാഹ്. നോമ്പ് ശരീരത്തിൻ്റെതാണ്. ശരീരം വലിയാണ്, മണ്ണിലടക്കം ചെയ്യുന്നതാണ്. അത് നന്നായാലും പരിധിയാണ്, അത് വളർന്നാലും പരിധിയാണ്, എന്തിനും പരിധിയാണ്, എന്താണെങ്കിലും പരിധി. റൂഹ് അങ്ങനെയല്ല. അമലു റൂഹ് എന്നാൽ ദുആയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. മനുഷ്യൻ രണ്ടിനാൽ സമഞ്ജസമായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഒന്ന് ശരീരം, ഒന്ന് റൂഹ്. ശരീരത്തിന്റെ അമലാണ് നോമ്പ്, റൂഹിന്റെ അമലാണ് ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
എന്റെ കൂടെ വരണം, എന്റെ കൂടെ തന്നെ വരണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം. റൂഹിന്റെ വാതിൽ തുറക്ക്, റൂഹിന്റെ വാതിൽ തുറക്ക്. അതാണ് നോമ്പ്. മറ്റത് ഇത് അടച്ചാൽ ദുബറിലേക്കുള്ള സാധനം കുറയും, ഇത് തുറന്നാൽ ദുബറിലേക്ക് സാധനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. അതന്നെയാണ്. ഇതിൽ നിന്ന് റൂഹിലേക്ക് വാതിൽ ഇല്ല. ഇത് ബാബുൽ ദുബർ എന്ന് പറയും. ഇതിന് ബാബു ദുബരി, ഇതിന് ചന്തിന്റെ ഇടയിലുള്ള ഓട്ടയുടെ വാതിൽ എന്ന് പറയും. ഇതാണ് ചന്തിയുടെ ഇടയിലുള്ള ദ്വാരത്തിലേക്കുള്ള വാതിലാണ് ഇത്. ഇതിനൊരു വിലയില്ല. വളരെ ചിന്തിക്കണം, മനുഷ്യരെ ചിന്തിക്കണം. ഇത് ശരീരമാണ്. ശരീരത്തിന്റെ നോമ്പിന് ഉദറുണ്ടാവും. നേരെ മറിച്ച് ശരീരത്തിന്റെ അമലാണ് നോമ്പ്, റൂഹിന്റെ അമൽ അല്ല. പ്രത്യക്ഷത്തിൽ റൂഹിലേക്ക് എത്തുമെങ്കിലും റൂഹിന്റെ അമൽ ഏതാണ്? അടിമ എത്ര ദോഷിയായാലും അവൻ എന്നെ ആവശ്യപ്പെട്ടാൽ ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അടിമാരായാൽ നോമ്പിൽ ഏറ്റവും അവസാനം ചെയ്യുന്നതും ദുആയാണ്. നോമ്പ് ആദ്യം നോമ്പിന്റെ മാസം കണ്ടപ്പോൾ, മാസം കണ്ട ഉടനെ ദുആ. നോമ്പ് അവസാനിക്കുകയാണ് നാളെ മറ്റന്നാൾ അസറിന്. അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്തില്ല, ഒറ്റ അമലേ ഉള്ളൂ. എന്ത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം, ഉറക്കെ പറ, സയ്യിദുനാ ആദം ദോഷി എന്ന് പറയണ്ട, ദോഷിയൊന്നുമല്ല. പക്ഷേ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു, കഴിച്ചു. എന്തിനു കഴിച്ച്? കിബറല്ല, ഒരു താല്പര്യം. എന്നാൽ തെറ്റ് ചെയ്തു ആര്? മൽഊനായ ഇബ്ലീസ്. എന്താ കാരണം? കിബർ. എന്നെക്കാൾ വലിയ ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇബ്ലീസിന്റെ ദോഷത്തിന്റെ അടിസ്ഥാനം. ഇബ്ലീസ് പഴം കഴിച്ചിട്ടില്ല. ആദം അലൈഹിസ്സലാം പഴം കഴിച്ചിട്ടുണ്ട്, പക്ഷേ അല്ലാഹ് ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കി തിരിച്ചെടുത്തു. പഴം കഴിച്ചവനെ തിരിച്ചെടുത്തു, പഴം കഴിക്കാത്തവനെ പറ്റപ്പുറത്താക്കി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്ക്. പഴം കഴിച്ചവനെ അല്ലാഹു എന്നേക്കും പുറത്താക്കിയില്ല. സയ്യിദുനാ ആദം എന്റെ പഴം കഴിച്ച എന്താ താല്പര്യം? ദുനിയാവിലെ ഏത് ദോഷത്തിനും രണ്ട് അടിസ്ഥാനങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒന്നിരിക്കൽ കിബർ അല്ലെങ്കിൽ വികാരം. ഒന്നിരിക്കൽ കിബറായിരിക്കും അല്ലെങ്കിൽ വികാരമായിരിക്കും. വികാരത്തിന്റെ ദോഷങ്ങൾക്കെല്ലാം പിന്നീട് ദുആ കൊണ്ട് പരിഹാരം ഉണ്ടാവും. കിബറിന്റെ ദോഷത്തിന് പരിഹാരം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാളെ പുറത്താക്കിയിട്ടുണ്ട്. ആദം നബിയെ പുറത്താക്കി. ആരെ പുറത്താക്കി? ഇബ്ലീസിനെ. അള്ളാഹു തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വൈകാരികമായ മനുഷ്യന് രണ്ട് തരം, ഏത് ദോഷത്തിനും രണ്ട് അടിസ്ഥാനം, രണ്ടിൽ ഒരു അടിസ്ഥാനം ഉണ്ടാവും. നിങ്ങൾ എന്ത് ദോഷം പറഞ്ഞോളൂ, ഞാൻ രണ്ടിലൊരു അടിസ്ഥാനം കാണിച്ചു തരാം. ഏത് ദോഷത്തിനും രണ്ടിലൊരു അടിസ്ഥാനം ഉണ്ടാവും. ചില ദോഷങ്ങളുടെ അടിസ്ഥാനം വൈകാരികമായ താല്പര്യം, ചില ദോഷങ്ങളോ കിബറുള്ളവൻ നന്നാവൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അത് നമ്മളെ തടിയിലേക്ക് വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക് മുഅ്മിനേ, ഇവിടെ തന്നെ അള്ളാഹു തആല മനുഷ്യന്മാരോട് മൊത്തമല്ല ദ്വാരക്കാൻ പറയുന്നത്. അള്ളാഹു തആല ദ്വാരക്കാൻ പറയുന്നത് ഒന്ന് ഓത്, എന്റെ അടിമകൾ ദ്വാരക്കാണെങ്കിൽ. അടിമകൾ എന്ന് പറഞ്ഞാല് പറ്റേ കിബറില്ല, മനസ്സിലായില്ല, അഹങ്കാരല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. ഒന്നുമില്ലാത്ത ആളാണ് ആര്? ആര്? അടിമ. അവകാശമല്ല. ഇപ്പൊ തൊഴിലാളികൾക്ക് വരെ അവകാശമുണ്ട്, അടിമക്ക് എന്തില്ല? അവകാശമല്ല. തൊഴിലാളിക്ക് സംഘടന ഉണ്ട്, അടിമക്ക് സംഘടന അല്ല. ഇപ്പൊ തൊഴിലാളിക്ക് ഒരു പണിയെടുത്തിട്ട് കൂലി കിട്ടിയില്ലെങ്കിൽ INTUC, STU, CITU ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും. നേരെ മറിച്ചോ അടിമയോ? അടിമക്ക് സംഘടനയില്ല, അവകാശമില്ല, ഒന്നുമില്ല. ഉടമക്കാരൻ കൊടുത്താൽ ഔദാര്യം കൊണ്ട് വാങ്ങും. കിബറ് തീരല്ല. ഉടമക്കാരൻ ചൂണ്ടിക്കൂടി കാട്ടി കൊടുക്കുന്നത് ആട്ടുംകൂടിന്റെ തൊട്ടപ്പുറത്തൊരു വിരിപ്പ് കൊടുത്തതാണോ അവിടെ കിടക്കും.
എവിടെയാണെങ്കിലും കിടക്കും. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ഇനി ആദ്യത്തെ ആയത്തിലേക്ക് തിരിച്ചു വരി. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. തെറ്റ് ചെയ്ത അടിമകളെ, മനുഷ്യന്മാരെ എന്നല്ല. അപ്പോൾ അവന്റെ അടിസ്ഥാനം എന്താ? അവൻ വിനയത്തിലാണ്, പക്ഷെ അവന്റെ വൈകാരികതയാണ്. മറ്റവന്റെ പാറ പൊട്ടൂല. ഇവന്റെ അടിസ്ഥാനം എന്താ? കിബറാണ്. നല്ലോം ചിലപ്പോ നാശാവും, നാശം ചിലപ്പോ നന്നാവും. നല്ലവനെ ഭരിക്കൽ കിബറായിരിക്കും, മോശപ്പെട്ടവന് ഭരിക്കൽ വേദനയായിരിക്കും. നിങ്ങളിന്റെ കൂടെ വരി. 100 ആളെ കൊന്നോനെ അള്ളാഹു തആല സ്വീകരിച്ചു. ഒരാളെ കൊല്ലാത്ത ഇബ്ലീസിനെ അള്ളാഹ് ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഒരു പഴം കഴിച്ചിട്ടുമില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഴം കഴിച്ച്. ഇബ്ലീസ് പഴം കഴിച്ചോ? പറ ആദ്യം അത് പറ. ഇബ്ലീസ് പഴം കഴിച്ചോ? ഇല്ല. അപ്പോൾ പുറത്താക്കണ നേരത്തെ ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? എന്ത് പഴം കഴിക്കാത്ത തന്നെ അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്നാലും പിന്നെ എന്തെന്നറിയ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ആദമിനെ മാത്രം പുറത്താക്കൽ മോശമല്ലേ, അതുകൊണ്ട് ഇജ്ജോണ്ട് ഇറങ്ങിക്കോ, കുറച്ച് കഴിഞ്ഞാൽ ഇജ്ജ് കയറിക്കോ, പ്രശ്നമൊന്നുമില്ല. ഇജ്ജ് ഏതായാലും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ കഴിച്ചിട്ടില്ല. പ്രശ്നമൊന്നും ആക്കണ്ട. ഇപ്പോൾ തൽക്കാലം ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇജ്ജിന് വന്നോ, അത് പ്രശ്നമാക്കണ്ട. മറ്റും കഴിച്ചോനല്ലേ, ഞാൻ കഴിക്കണ്ടെന്ന് എത്ര വട്ടം അവനോട് പറഞ്ഞ്. അപ്പം അങ്ങനെയല്ലേ അള്ള പറയേണ്ടത്? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഇത് കഴിച്ച മനുഷ്യനെ തിരിച്ചെടുത്ത് കഴിക്കാത്ത ആളെ ഇങ്ങോട്ട് എടുത്തിട്ടില്ല, ഇങ്ങോട്ട് എടുക്കൂല്ല. എന്താ കാരണം? കിബർ. ആദമോ ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹ വആല ഇബ്രാഹിം വആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു ആദമിനെ തിരഞ്ഞെടുത്തു. സയ്യിദുനാ ആദം. ഉറക്കെ പറ, സയ്യിദുനാ ആദം. അതുകൊണ്ട് വൈകാരികമായ തെറ്റാണ് ഏകദേശം മനുഷ്യന്റെ തെറ്റുകളെല്ലാം. അത് ചെയ്യാമെന്നല്ല, ചെയ്യാൻ പാടില്ല. തെറ്റന്നെ. തെറ്റ് ചെയ്താൽ മനുഷ്യന്റെ കൽപ്പ് നാശമാകും, പക്ഷെ അത് ശുദ്ധിയാക്കാൻ വഴിയുണ്ട്. എന്നാൽ കിബറുള്ളവനോ അവൻ യകൂനു മീതുഹു മീതകൂനു മൗതുഹു മാ യകൂനു മൗതുഹു തകൂനു ആഖിബതുഹു ആഖിബതൽ കുഫ്രി. കിബറുള്ളവൻ കാഫിറായി മരിക്കും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ അണിഞ്ഞവർ, മണ്ണിന്റെ കൊട്ട കൊണ്ട് അവിടുത്തെ ശിരസിലൂടെ അഭിഷേകം ചെയ്തവർ, അവിടുത്തെ തലക്ക് 100 ഒട്ടകത്തെ ഇനാം വിളിച്ചവർ, അവിടുത്തെ പ്രാണപ്രേയസിയായ കരളിന്റെ കഷ്ടമായ ഖദീജ റളിയല്ലാഹു അൻഹ അടക്കമുള്ള നബി കുടുംബത്തെ ശഅബ് അബി ത്വാലിബിൽ വെച്ച് ക്രൂരമായി വേദനിപ്പിച്ചവർ. ഭക്ഷണം കിട്ടിയില്ല, ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല, മക്കൾക്കാർ കൊടുക്കുകയില്ല. 2 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം 2 കൊല്ലത്തോളം ഉപരോധിക്കപ്പെട്ടു. മക്കയിലെ ഒരു അങ്ങാടിയിൽ നിന്നും അവർക്ക് സാധനം കൊടുക്കാൻ പാടില്ല. അത്ര ഹബീബായ നബിയെ വേദനിപ്പിച്ചവർ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ നാട്ടിലേക്ക് 8ാമത്തെ കൊല്ലം ഹബീബായ നബി തിരിച്ചു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോമിനിങ്ങളെ തങ്ങൾ നമ്മളെ മജ്‌ലിസിലേക്ക് വരുന്നു. മോമിനിങ്ങളെ ചിന്തിക്കുക.
8ാമത്തെ കൊല്ലം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് പോകുമ്പോ എന്താ 100 ഒട്ടകം ആ തലക്കവരി ഞാൻ വിളിച്ചിട്ടില്ലേ? ചിന്തിച്ചു. തോറു ഗുഹയിലേക്ക് അവര് വന്നില്ലേ? ചിലന്തി വല കെട്ടിയത് കൊണ്ടല്ലേ രക്ഷപ്പെട്ടത്? ഒരു കാരണം. ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർ നമ്മെ കാണും നബിയെ. അവർ കുനിഞ്ഞു നോക്കൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മാടപ്രാവ് അതിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദമുണ്ടാക്കി. അപ്പോഴും ഖുറൈശികൾ വിചാരിച്ചു ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ജീവനോടെയോ ജീവനില്ലാതെയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല ആരെങ്കിലും കൊണ്ടുവന്നാൽ കാണിച്ചു തന്നാൽ 100 ഒട്ടകം ഇനാമ് വിളിക്കുമെന്ന് പറഞ്ഞവരല്ലേ? 2 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് മക്ക അങ്ങാടിയിൽ നിന്ന് ഗോതമ്പ് പൈസത്താരം കൊടുക്കാത്തവരല്ലേ? ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവരല്ലേ? ഒരു മണി ഉപ്പിന്റെ കല്ല് കൊടുക്കാത്തവരും അല്ലേ? ആ നാട്ടിലേക്ക് ഹിജ്റ 8ാം കൊല്ലം തിരിച്ചു വരിക മുഹമ്മദ് മുസ്തഫ. ഒട്ടാപ്പുറത്ത് ഇങ്ങനെ ഇരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ച് ഒട്ടകത്തിന്റെ മുതുകിൽ തട്ടി. ഒന്നിങ്ങനെ ഇരുന്നില്ല. എന്നെ കണ്ടിട്ടാരും പേടിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുഅ്മിനെ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതാഫിൽ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഇദ്ഹബു പോയിക്കോളൂ, വഅൻതും തുലഖാ, വഅൻതും തുലഖാ, നിങ്ങളെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ആരോടും ഇല്ല, തസ്രീബ അലൈക്കുമുൽ യൗം, എനിക്ക് നിങ്ങളോട് പ്രതികാരമില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. മനുഷ്യന്റെ ഏത് തരം തെറ്റിലും 2 കാര്യം, ഒരു കാര്യത്തിന്റെ അടിസ്ഥാനമുണ്ടാവും. ഒന്നിരിക്കൽ വികാരം, അല്ലെങ്കിൽ അഹങ്കാരം. അഹങ്കാരത്തിന് അല്ലാഹു തആല പൊറുക്കാൻ വലിയ പ്രശ്നമാണ്. അഹങ്കാരം പൊട്ടിച്ചു കളയാൻ വലിയ പ്രയാസമാണ്. ശഹ്വത്തിന് അല്ലാഹു തആല അടിമ കരഞ്ഞ പുറത്തു കൊടുക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. لا يلج النار أحد بكى من خشية الله. അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവൻ നരകത്തിൽ കിടക്കുകയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആര് കരയും? അബദ്ധത്തിൽ തെറ്റിയതൊരു കരയും. കിബറനോ കരയൂല. ഇബ്ലീസ് ഇതുവരെ കരഞ്ഞിട്ടില്ല. അല്ലാഹ് പറഞ്ഞ് കരഞ്ഞിട്ടില്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹ് പറഞ്ഞ് കരഞ്ഞിട്ടില്ല. അല്ലാഹ് പറഞ്ഞ് ഇതുവരെ ഇബ്ലീസ് കരഞ്ഞിട്ടില്ല. സയ്യിദുന ആദം ഇറങ്ങി വന്നിട്ട് പിന്നെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ആദം കരഞ്ഞത് 300 കൊല്ലമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇബ്ലീസ് 1 മിനിറ്റ് കരഞ്ഞില്ല. എന്താ റമളാനിലെ കാര്യമായ അമൽ? കരയല് തന്നെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم إنك عفو تحب العفو فاعف عني. റബ്ബേ, ഞാൻ മോശപ്പെട്ടവനാണ്, എനിക്ക് നന്നാവണം റബ്ബേ. മയ്യിത്ത് കുളിപ്പിച്ച ഉമർ ബിൻ ഖത്താബിനെ റളിയല്ലാഹു അൻഹു മയ്യിത്ത് കുളിപ്പിച്ചപ്പോൾ പുറത്ത് കറുത്ത അടിയുടെ പാടുകൾ. എല്ലാവരും ബേജാറായി. മയ്യിത്ത് കുളിപ്പിച്ചവര് ഖലീഫയുടെ പുറത്ത് അടിയുടെ അടയാളം. മയ്യിത്ത് കുളിപ്പിച്ചവര് ഒന്നവർ രഹസ്യമാക്കി വെച്ചു. പക്ഷേ അവർക്ക് പിന്നെ രഹസ്യമാക്കി വെക്കാൻ കഴിഞ്ഞില്ല. അതിന് പരിഹാരം അറിയണം. ഖലീഫയെ അടിവയറ്റിൽ കുത്തി എന്നത് നേരാണ്. അത് ഞങ്ങൾ കണ്ടവരാണ്. അപ്പോൾ ഖലീഫ നിസ്കാരത്തിലാണ്. പക്ഷേ പുറത്ത് അടിയുടെ അടയാളം. മല്ലറബൽ ഖലീഫ, ആരാണ് ഖലീഫയെ അടിച്ചു എന്നറിയണം. ഇത് മദീനയിലെ പ്രധാനപ്പെട്ട ആളുകളുമായി കൂടിയാലോചിച്ചു. അവസാനം വീട്ടിൽ പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഖലീഫയുടെ വീട്ടിൽ പോയി ഖലീഫയുടെ ഭാര്യ ഉമർ ബിൻ ഖത്താബ് മരിച്ച് മറവ് ചെയ്തതിനു ശേഷം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് സ്വഹാബികൾ ചെന്നിട്ട് ചോദിച്ചു, മഹദി, നിങ്ങൾ ഇദ്ദയിലാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രയാസമാണ്, പക്ഷേ ഒരു തീരുമാനമെടുക്കണം. ഖലീഫയുടെ അടിവയറ്റിൽ കുത്തിയവന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മൻ ദറബൽ ഖലീഫ, ആരാണ് ഖലീഫയെ അടിച്ചത്?
ഫഖാലത്ത് അപ്പോൾ ആ മഹദി പറഞ്ഞു ഖലീഫ തന്നെ, ഖലീഫയെ അടിച്ചത് മറ്റാരുമല്ല. എല്ലാ രാത്രിയിലും ഖലീഫ ചാട്ടവാറെടുത്തിട്ട് സ്വന്തം പുറത്ത് അടിച്ചിട്ട് കരയും. അല്ല ഖത്താബിന്റെ മകനെ, നാട്ടുകാരെ നന്നാക്കും, നീ നന്നാവണില്ലല്ലോ, നീ നന്നാവണില്ലല്ലോ, കരയും. സയ്യിദ്ന ഉമർ, ഉറക്കപ്പറ സയ്യിദ്ന ഉമർ. ഇബ്ലീസ് ഇന്ന് വരെ കരഞ്ഞിട്ടില്ല. ആദം 300 കൊല്ലം കരഞ്ഞു, ആയുസ് മുഴുവനും സ്വഹാബികൾ കരഞ്ഞു റളിയല്ലാഹു അൻഹും. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ റമളാനിലെ പണി? റമളാൻ അവസാനിക്കുകയാ. എന്താണ് മനുഷ്യ പണി? അള്ളാന്റെ മുന്നിൽ കരയുക. അർശിന്റെ തണലുള്ള അവസാനത്തെ ആളാരാ? വറജുലുൻ ലഖറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാ. പൊട്ടിക്കരയന്നെ, പൊട്ടിക്കരയ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹ് ഞാൻ തെറ്റുകാരനാണ്, അല്ലാഹ് ഞാൻ കുറ്റക്കാരനാണ്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി തഹജ്ജുദിന്റെ നേരത്ത് സ്വാലിഹീങ്ങൾ ചെല്ലുന്ന ഒരു ബൈത്തുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ഇലാഹേ ലസ്തു ഫിൽ ഫിർദൗസി അഹ്ലാ, സ്വർഗ്ഗത്തിൽ ഞാൻ അവകാശിയല്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, എന്നാൽ നരകം അനുഭവിക്കാൻ എനിക്ക് കരുത്തുമേ ഇല്ല. സ്വർഗ്ഗത്തിന് ഞാൻ അവകാശിയല്ല, എന്നാൽ നരകത്തിന് എനിക്ക് കരുത്തില്ല. ഫഹബിലി തൗബത്തിന്, എനിക്ക് തൗബ തരണം. ഫഗ്ഫിർ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണം. അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാന്റെ മുന്നിൽ കരയന്നെ. ചിന്തിക്ക്, സ്വഹാബികളെ പണി എന്താ? കരയ. ബഹുമാനപ്പെട്ട അബൂജഹൽ കരയാറില്ല. അബൂജഹലിന്റെ പൊന്നുമോനുണ്ട് സയ്യിദ്നാ ഇക്രിമ റളിയല്ലാഹു അൻഹു. പറ സയ്യിദ്നാ ഇക്രിമ എന്തായിരുന്നു പണി? മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ പേടിച്ച് കരയുന്നതിൽ നേതാവായിരുന്നു സയ്യിദ്നാ ഇക്രിമ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹിനോട് പറയുക, അള്ളാഹുവോട് പറയാ, ഇനിയുള്ള ദിവസങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നത്തെ അസറിന്റെ ശേഷം, നാളത്തെ അസറിന്റെ ശേഷം, മറ്റന്നാളത്തെ അസറിന്റെ ശേഷം, ഇന്ന് അസറിന്റെ ശേഷം നാളെയുടെ അസറിലേക്ക് നാളെയുടെ ദിവസത്തിലേക്ക് ചേർക്കപ്പെടും. കാരണം വ്യാഴാഴ്ച അസറിന്റെ ശേഷം ചെയ്യുന്ന പണികൾ വെള്ളിയാഴ്ചയുടെ ഹുക്കുമിലായിരിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതിന്റെ പുറമെ 25 രാവിന്റെ നോമ്പാണ്. അതിന്റെ നേരെ പകലിലുള്ള ആ നോമ്പിന്റെ അവസാനമാണ്. അതിനൊരു പ്രത്യേക ഫضലുണ്ട്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച നാളെ അവസാനത്തെ, ഈ കൊല്ലത്തെ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. പകലിന്റെ അവസാന ഭാഗത്ത് ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ നാളെ അസറിന്റെ ശേഷം പ്രത്യേകമായി ഒന്ന് അധ്വാനിച്ച് കരയെന്നെ ചിന്തിക്കണം. ശനിയാഴ്ച അസർ, ഒരു പക്ഷേ റമളാനിലെ അവസാനത്തെ അസറാകാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 30 കിട്ടാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ അന്നും അതിന്റെ പണി. ശനിയാഴ്ച ചിലപ്പോൾ ലാസ്റ്റ് അസറാകാം. കാരണം മഗ്‌രിബ് ആയാലല്ലേ കാര്യം അറിയുള്ളൂ. അതുകൊണ്ട് അത് ചിലപ്പോൾ ലാസ്റ്റ് അസറാകാം. എന്താ പണി? അങ്ങാടിക്ക് നടക്കലല്ല, കരയെന്നെ. അല്ലാഹുവോട് പൊട്ടിക്കരയ. എന്ത് പറയാ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നിന്റെ അമല് കൊണ്ടോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ 500 കൊല്ലം സുജൂദ് കടന്ന ഒരു മനുഷ്യന് അള്ളാഹിന്റെ കോടതിയിൽ കൊണ്ടുവന്ന കാര്യം മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. പഴയകാലത്തെ ജനതയിൽ ആയിരക്കണക്കിന് വയസ്സുള്ളവരുണ്ടായിരുന്നു. 500 കൊല്ലം സുജൂദിൽ കടന്ന ഒരു മനുഷ്യനെ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. 500 കൊല്ലം അയാൾ സുജൂദ് കടന്നു. അയാൾ അള്ളാഹിന്റെ കോടതിയിൽ കൊണ്ടുവരും അന്ത്യനാളിൽ. അപ്പൊ അള്ളാഹു ചോദിക്കും, തദ്ഖുലുൽ ജന്ന ബിറഹ്മതി അം ബിഅമലിക, എന്റെ കാരുണ്യം കൊണ്ടാണോ നീ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത്, അതോ നിന്റെ അമൽ കൊണ്ടോ? ഫയഖൂലു, അയാൾ പറയും, അമലി ഔഫറു യാ റബ്ബി, ഇന്ന് എനിക്ക് അമലെന്നെ എമ്പാടുണ്ടല്ലോ. ഞാൻ 500 കൊല്ലം സുജൂദ് നടന്നല്ലേ. അപ്പോൾ അല്ലാഹു ഫഅറഫഹു നിഅമഹു അലൈഹി, അള്ളാഹു അയാൾക്ക് ചെയ്ത നിഅമത്തുകളെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇന്നാലിന്റെ നിഅമത്തൊക്കെ നിനക്ക് ചെയ്തിട്ടുണ്ടല്ലോ.
ആ നിഅമത്തിന്റെ ഒരു മൂലയിലേക്ക് പോലും 500 കൊല്ലത്തെ സുജൂദില്ല. പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹു കൽപ്പിക്കും. ആരെ 500 കൊല്ലം സുജൂദ് കടന്ന മനുഷ്യൻ. ഇങ്ങോട്ട് നോക്ക്. അപ്പയാൾ കരയും. അയാൾ പറയും, എന്റെ അമൽ കൊണ്ടാണ് കടക്കാൻ ഞാൻ ആഗ്രഹിച്ചത്, എന്റെ പിഴവാണ്. അപ്പോൾ പൊട്ടിയാണ് കാര്യം. റബ്ബേ, ഞാൻ എന്റെ അമൽ കൊണ്ട് സ്വർഗം ആഗ്രഹിച്ചത് തെറ്റായി പോയി റബ്ബേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു അള്ളാഹു പുറത്തു കൊടുക്കും. പിന്നെ സ്വർഗത്തേക്ക് പോയി പറയും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അവിടെയും സ്വർഗ തലയെടുത്ത് പിന്നെ സലാം വീട്ടുമ്പോൾ ഞാൻ എണീറ്റിട്ട് പൊട്ടിക്കരയും. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ എണീറ്റ് തറയിൽ നിന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീരിന്റെ നനവ് എന്റെ കാലിൽ തട്ടുമെന്ന് ഉമ്മുന ആയിഷ. അത്രയും കരഞ്ഞിട്ടുണ്ട്. കരയെന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ. യാത്ര പോകുമ്പോൾ ഒരു പാറക്കല്ല് കണ്ടു. തെബുക്കി, ആ പാറക്കല്ല് കരയുകയാണ്. ഈ സംഭവം ഒസ്സാൻ ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കല്ലിനോട് ചോദിച്ചു, കല്ലേ ലിമ തെബുക്കി, കല്ലേ നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ കല്ല് പറഞ്ഞു, അൽഹമനി റബ്ബി, അല്ലാഹു എനിക്കൊരു ഇൽഹാം നൽകി. വഖൂദുഹൻ നാസ് വൽ ഹിജാറ, മനുഷ്യന്റെ കൂട്ടത്തിൽ കല്ലിനെയും നരകത്തിലിടുമെന്ന്. അങ്ങനെ ഞാൻ പേടിച്ചു കരയാണ് എന്ന് കല്ല് പറഞ്ഞു. പടച്ചോനെ, ഈ കല്ലിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് കല്ലിന്റെ അടുത്ത് നിന്ന് കരഞ്ഞു, ദുആ ചെയ്തു സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. അപ്പോൾ അള്ളാഹു വഹയി അറിയിച്ചു, അൻഖൽതുഹാ മിനന്നാരി, ഈ കല്ലിനെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് അള്ളാഹു വഹയി അറിയിച്ചു ഈസാ നബിക്ക്. അപ്പൊ ഈസാ നബി ആ കല്ലിനോട് പറഞ്ഞു, കല്ലേ നീ പേടിക്കണ്ട, അള്ളാഹു നിന്നെ നരകത്തിലിടില്ല എന്ന് എനിക്ക് വഹയി കിട്ടിയിട്ടുണ്ട്. കല്ലിന് സന്തോഷമായി. പിന്നെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു. വീണ്ടും ആ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈസാ നബിക്ക് തോന്നി, നമ്മളെ സ്നേഹിതനായ പഴയ ഒരു കല്ലുണ്ടല്ലോ ഇവിടെ. മൂപ്പരന്ന് പോയി ഒറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ കരഞ്ഞത് നരകത്തിനെ പേടിച്ചിട്ടാണ്. ഇന്ന് ഞാൻ കരയുന്നത് അള്ളാ എന്നെ നരകത്തിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലേ, അള്ളാന്റെ മഹത്വം എത്രയെന്ന് ആലോചിച്ചിട്ടാണ്. എന്താണെങ്കിലും കാര്യം തന്നെയാണ്. അന്ന് കരഞ്ഞത് ഖൗഫൻ മിൻ റബ്ബി, ഇന്ന് കരയുന്നത് ശുക്റൻ ലിറബ്ബി. ഖൗഫാണെങ്കിലും കരച്ചില്, ശുക്റാണെങ്കിലും കരച്ചില്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതിനൊരു സമയമാണ് പരിശുദ്ധ റമളാൻ. ഇതുപോലത്തെ ഒരു സമയമല്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.